സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന മഹത്തായ വചനങ്ങൾ വളരെ ലളിതമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ സൗഭാഗ്യങ്ങൾ എത്തിച്ചു തരുന്ന ദുന്യവിയും ഉഖ്റവിയുമായ വിജയത്തിന്റെ നിദാനമായ ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, അതാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിട്ടുള്ളത്. പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എന്തുകൊണ്ടോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറന്നിട്ടോ അല്ലെങ്കിൽ മനഃപൂർവ്വമല്ലാതെയോ ഒക്കെ വിസ്മരിച്ചു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ചെറുതെന്ന് നമ്മുടെ കണ്ണിൽ ചെറുതാണ്, പക്ഷെ അതിന്റെ ഫീഡ്ബാക്ക് വളരെ വലുതാണ്. അങ്ങനത്തെ ഒരു ചെറിയ സംഭവം, ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എല്ലാവരും റെഡിയാണല്ലോ അല്ലെ? ഉറങ്ങാതിരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് എസ് അടിച്ച കാണട്ടെ. ഉറങ്ങാതിരിക്കുന്ന ആളുകളെ ഒരു 10 ആളെങ്കിലും എസ് അടിച്ചാലും നമുക്ക് അൽഹംദുലില്ലാ ഉണ്ട്, ആളുകളുണ്ടല്ലേ ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഒരു എസ് ഒക്കെ അടിച്ചോളി, എസ്സോ പൂവൊക്കെ വിട്ടോളി ഇൻഷാ അല്ലാഹ് കേട്ടോ. എന്താണെന്നറിയോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി, മുസ്ലിം മുത്തഫഖ അലൈഹിയെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് കേട്ടോ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. കൂടുതൽ നീട്ടിപ്പരത്തി വിശാലമായ ഒരു വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. വളരെ ലളിതമായ ഹദീസുകളാണ്, ചെറിയ അധ്യാപനങ്ങളാണ്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് പകർത്താൻ പറ്റിയ കാര്യങ്ങളാണ്, ശ്രദ്ധിച്ചാൽ വലിയ മഹത്വം നേടിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് എന്നതുകൊണ്ട് രത്നച്ചുരുക്കമായിട്ട് ചെറുത്, കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹദീസിലേക്ക് കടക്കുകയാണ്. അന്ന ഫുഖറാ അൽ മുഹാജിരീന അത്തൗ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാലു ദഹബ അഹ്ലു ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം ഫഖാല വമാ ദാക ഫഖാലു യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂമു ويتصدقون ولا نتصدق ويعتقون ولا نعتق فقال رسول الله صلى الله عليه وسلم أفلا أعلمكم شيئا تدركون به من قد سبقكم وتصدقون به من بعدكم ولا يكون أحد أفضل منكم إلا من صنع مثل ما صنعتم قالوا بلى يا رسول الله قال تسبحون وتكبرون وتحمدون دبر كل صلاة 33 مرة قال أبو صالح فرجع فقراء المهاجرين إلى رسول الله صلى الله عليه وسلم فقالوا سمع إخواننا أهل الأموال بما فعلنا ففعلوا مثله فقال رسول الله صلى الله عليه وسلم ذلك فضل الله يؤتيه من يشاء. സുഹൃത്തുക്കളെ, എല്ലാവർക്കും മനസ്സിലായി കാണും ഇതിന്റെ സാരം അല്ലെ? എല്ലാവർക്കും മനസ്സിലായി കാണും. വളരെ ലളിതമാണ് അല്ലെ? എല്ലാവർക്കും മനസ്സിലായില്ലേ? മനസ്സിലായ ആളുകളൊക്കെ ഒന്ന് അനുസരിച്ചോളൂ. ഈ പറഞ്ഞ ഹദീസിന്റെ സാരം എന്താണ്, ഈ വിഷയമെന്ന് മനസ്സിലായ ആളുകളൊക്കെ ഒന്ന് അനുസരിച്ച്, മനസ്സിലായവരെല്ലാവരും ഒന്ന് അനുസരിക്കും. ഷിയാബുസാമൊക്കെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു, അതാ പൂവിട്ടത്. 3 ആൾക്കേ മനസ്സിലായിട്ടുള്ളൂ. പടച്ച തമ്പുരാനെ, ആരും അനങ്ങുന്നില്ലല്ലോ. ചോദ്യം കേട്ടപ്പോഴേ പേടിച്ചു പോയോ? അതോ ഞാൻ DC ആയോ? ഒന്നും കാണുന്നില്ല, പെട്ടെന്ന് സ്റ്റക്കായതുപോലെ. ഇല്ല. അപ്പൊ മനസ്സിലാകാത്തതുകൊണ്ട് തന്നെയാണ്. അപ്പൊ നന്നായി. അപ്പൊ ഞാൻ എന്തിനാ ചോദിച്ചെന്നറിയാം, എല്ലാവർക്കും മനസ്സിലാക്കി പിന്നെ ഇനിയിപ്പോ ഞാൻ പറയേണ്ട കാര്യമില്ലോ. അപ്പൊ അൽഹംദുലില്ലാ പറയാം എന്ന് തന്നെ കരുതുകയാണ്. മനസ്സിലാകാത്ത കുറെ ആളുകളുണ്ട് അല്ലേ? മനസ്സിലാകാത്ത കുറെ ആളുകളുണ്ട്. അപ്പൊ എന്തായാലും പറഞ്ഞ കാര്യമുണ്ടെന്ന് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടാണ് ചോദിച്ചത്. എല്ലാവർക്കും മനസ്സിലാക്കി പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഏതായാലും സുഹൃത്തുക്കളെ, മനസ്സിലായവർക്കും മനസ്സിലാകാത്തവർക്കും, മനസ്സിലായിട്ട് മറന്നുപോയവർക്കും അല്ലെങ്കിൽ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഈ വിഷയം നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധയിൽ വെക്കേണ്ട സംഗതി. വളരെ ലളിതമാണ്, പക്ഷെ അത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അതിന്റെ ഒരു വഴി
അതിന്റെ ആ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് നമുക്ക് വളരെയധികം സന്തോഷം തോന്നുന്നത്. എന്താണെന്നറിയോ? ഫുഖറാഉൽ മുഹാജിരീൻ, മുഹാജിരീങ്ങളിൽപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾ, അവരാണല്ലോ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാടും വീടും സർവ്വസമ്പത്തും ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് പലായനം ചെയ്ത മഹാന്മാരായ സ്വഹാബത്ത്, അവരാണ് ഫുഖറാഉൽ മുഹാജിരീൻ. ആ മുഹാജിറുകളായ ദരിദ്രന്മാരായ ആളുകൾ ഒരു ദിവസം അത്തവുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്. എന്താ പറഞ്ഞത് സുഹൃത്തുക്കളെ? ഫഖാലു ദഹബ അഹ്ലുദ് ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. അഹ്ലുദ് ദുസൂർ എന്ന് പറഞ്ഞാൽ പണക്കാരായ ആളുകൾ, സമ്പന്നന്മാരായ ആളുകൾ, മുതലാളിമാരായ ആളുകൾ, അവർ വലിയ വലിയ പദവികളും ശാശ്വതമായ സ്വർഗവും ഒക്കെ നേടി അവർ പോയി. ഞങ്ങൾക്കൊന്നും ഇല്ലെന്ന നബിയേ. ദരിദ്രന്മാരായ സ്വഹാബത്തിന്റെ പരാതി, അവരുടെ വിഷമം, അസൂയല്ല കേട്ടോ, ഇത് അവരുടെ വിഷമമാണ്, ദീനിനോടുള്ള താല്പര്യം, നാളെ പാരത്രിക ലോകത്ത് വലിയ പ്രതിഫലം വാരിക്കൂട്ടണമെന്ന അമിതമായ ആഗ്രഹം. വസ്സാബിഖൂന അസ്സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ നന്മയുടെ വിഷയത്തിലുള്ള ഒരു മത്സര ബുദ്ധി അവർ പറയുകയാണ്. പാവപ്പെട്ട ദരിദ്രന്മാരായ ആളുകൾ വന്നിട്ട് പറയുന്നു, ദഹബ അഹ്ലുദ് ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം. അല്ലയോ ഹബീബായ നബിയെ, പണക്കാരായ സമ്പന്നന്മാരായ ആളുകൾ വലിയ വലിയ പദവികളും ശാശ്വതമായ സ്വർഗീയ അനുഭൂതികളും നേടി അവരൊക്കെ പോയി. ഇത് കേട്ടപ്പോ നബിക്ക് ഈ സംഗതി തിരിഞ്ഞില്ല. അതായത് അവരോട് അവരെ കൊണ്ട് പറയിക്കുകയാണോന്ന് അറിയില്ല, ഒന്നുകൂടി നമുക്കൊക്കെ മനസ്സിലാൻ വേണ്ടി. നിങ്ങൾക്ക് മനസ്സിലായോ? മുതലാളിമാരൊക്കെ വലിയ പദവികളും സ്വർഗീയമായ അനുഭൂതികളും ഒക്കെയായി അവർ പോയി, ഞങ്ങൾക്കൊന്നും ഇല്ലല്ലോ നബിയെ എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞതിന്റെ സാരം. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, മാതാക്ക, അതെന്താ സംഭവം അങ്ങനെ? അവരങ്ങനെ നിങ്ങൾക്ക് കിട്ടാത്ത സൗഭാഗ്യങ്ങളുമായി അവർ വാരിക്കൊണ്ടുപോയതെന്താ? അപ്പോ അവർ പറയുകയാണ്, ഒന്നുകൂടി വിശദീകരിക്കുകയാണ്, എന്താ സംഭവം എന്നറിയോ? ഫഖാലു യുസല്ലൂന കമാ നുസല്ലി, ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നു, അപ്പൊ ഞങ്ങൾക്ക് അവർക്കും തുല്യ പ്രതിഫലം. വയസൂമൂന കമാ നസൂമു, ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത് പോലെ അവരും നോമ്പ് പിടിക്കുന്നു, അപ്പോഴും ആ വിഷയത്തിലും ഞങ്ങൾ തുല്യരാണ്. പക്ഷേ വയതസദ്ദഖൂന വലാ നതസദ്ദഖൂ, പണക്കാരായ ആളുകൾ, അവർക്ക് ധാരാളം സമ്പത്തുണ്ട്, അവരിഷ്ടം പോലെ സ്വതക്ക ചെയ്യുന്നു, പക്ഷേ ഞങ്ങൾ സ്വതക്ക ചെയ്യുന്നില്ല, ഞങ്ങൾക്ക് അതിന് കാശില്ല, സമ്പത്തില്ല. അപ്പൊ അവിടെ ഞങ്ങൾ എന്തായി? അവരുടെ പിന്നിലായി, മൈനസ് പോയിന്റ് ആയി പോയി. അതുപോലെ വയുഅ്തിഖൂന വലാ നുഅ്തിഖൂ, അല്ലെങ്കിൽ വയുഅ്തിഖൂന വലാ നഅ്തിഖൂ, അവരെന്ത് ചെയ്യുന്നു? അടിമകളെ മോചിപ്പിക്കുന്നു, ഇത്തൊക്കെ ചെല്ലുന്നു, ഞങ്ങൾക്കതിന് കഴിയുന്നില്ല. അങ്ങനെയാണല്ലോ അന്നത്തെ കാലത്ത് പല വിഷയങ്ങളിലും അടിമകളെ മോചിപ്പിക്കുന്നതിന് വലിയ പ്രതിഫലം അള്ളാഹുവിന്റെ ഹബീബ് വാഗ്ദാനം ചെയ്തിരുന്നു. പല കാര്യങ്ങൾക്കും കഫാറത്തായി പോയും അടിമമോചനമാണ് ഇസ്ലാം അന്ന് നിശ്ചയിച്ചത് അന്നത്തെ കാലത്ത്. അപ്പൊ സുഹൃത്തുക്കളെ, പണക്കാരായ ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് പലതും അതുകൊണ്ട് നേടിയെടുക്കുന്നു. ഞങ്ങൾ നിസ്കരിക്കുന്നു, അവർ നിസ്കരിക്കുന്നു, ഞങ്ങൾ നോമ്പുപിടിക്കുന്നു, അവർ നോമ്പുപിടിക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ തുല്യരായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അപ്പോഴാണ് വയത്തസദ്ദഖൂന വലാ നതസദ്ദഖൂ, അവര് സ്വതക്ക ചെയ്യുന്നു, പക്ഷേ ഞങ്ങൾ സ്വതക്ക ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഈ കാശില്ല, പണമില്ല. അവര് അടിമകളെ മോചിപ്പിക്കുന്നു, അതിന് സ്വത്തില്ല, പണമില്ല. ഇതാണ് ദഹബ അഹ്ലുദ് ദുസൂരി ബിദ്ദറജാത്തിൽ ഉലാ വന്നഈമിൽ മുഖീം എന്ന് പറഞ്ഞതുകൊണ്ട് ഫുഖറാക്കളായ ദരിദ്രന്മാരായ മുഹാജിറുകൾ ഉദ്ദേശിച്ചത്. അപ്പോ അവരുടെ സമ്പത്ത് കൊണ്ട് ഞങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയാത്തത് പലതും അവര് നേടിയെടുക്കുന്നു. കണ്ടോ, വലിയൊരു വിഷമം തന്നെയല്ലേ അവരുടെ ആ ആഗ്രഹം, ആഖിറത്തിന് വേണ്ടി പടച്ചവനെ ഞങ്ങൾക്കതിന് കഴിയുന്നില്ലല്ലോ എന്ന വിഷമം. ആ സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാവപ്പെട്ട ഫുഖറാക്കളായ ദരിദ്രന്മാരായ മുഹാജിറുകളോട് പറഞ്ഞു കൊടുക്കുന്നു, അഫലാ ഉഅല്ലിമുകും ഷൈആ, അല്ലെങ്കിൽ അഫലാ ഉഅല്ലിമുകും ഷൈആ, നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം അറിയിച്ചു തരട്ടെയോ, പഠിപ്പിച്ചു തരട്ടെയോ? എന്താണ് ആ കാര്യം? തുദ്രികൂന ബിഹി മൻ ഖദ് സബഖകും, സമ്പത്ത് കൊണ്ട് നിങ്ങളെക്കാൾ മുൻകടന്നവരെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും, ഓവർടേക്ക് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അവരുടെ ഒപ്പമെത്താൻ കഴിയും. വതസ്ബിഖൂന ബിഹി മൻ ബഅദകും, നിങ്ങൾക്ക് ശേഷമുള്ളവരെയും നിങ്ങൾക്ക് മുൻകടക്കാൻ കഴിയും. അങ്ങനെ നിങ്ങളെ മുൻകടന്നുപോയ സമ്പന്നന്മാരായ ആളുകളോടൊപ്പമെത്താനും ശേഷം വരുന്ന ആളുകളെ മുൻകടക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടിയുണ്ട്, വലാ യകൂനു അഹദുൻ അഫ്ളല മിൻകും, നിങ്ങളെക്കാൾ ഉത്തമരായ ഒരാളും ഉണ്ടാകുകയില്ല.
ഇല്ലാ മൻ സ്വനഅ മിസ്ല മാ സനഅതും, നിങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ചവരൊഴികെ, ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്നത് പോലെ ചെയ്തവരൊഴികെ വേറെ ആർക്കും നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാകാൻ കഴിയില്ല, ഉത്തമരാകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ അറിയിച്ചു തരട്ടെയോ? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. സുഹൃത്തുക്കളെ, എന്താ ഹബീബ് തങ്ങളുടെ ആ പ്രതികരണം, മറുപടി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആരെന്ത് വിഷമമായി വന്നാലും അവർക്കതിനുള്ള പരിഹാരം. സമ്പന്നന്മാരായ ആളുകൾ സമ്പത്ത് കൊണ്ട് നേടിയെടുക്കുന്ന അനുഗ്രഹീതമായ അനുഭൂതികളെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്കതിന് കഴിയില്ലല്ലോ, ഞങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ, അവസരമില്ലല്ലോ എന്ന് പറഞ്ഞ് വല്ലാതെ വിഷമിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന പാവപ്പെട്ട ഫുഖറാക്കളായ മുഹാജിറുകളെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറഞ്ഞു തരാം. നിങ്ങളെ ഓവർടേക്ക് ചെയ്തു പോയവരോടൊപ്പം നിങ്ങൾക്ക് എത്താൻ കഴിയും, നിങ്ങൾക്ക് ശേഷമുള്ളവരെ നിങ്ങൾക്ക് മുൻകടക്കാൻ കഴിയും. ഈ പറയുന്ന കാര്യം നിങ്ങളെപ്പോലെ ചെയ്തവർക്കൊഴികെ മറ്റാർക്കും നിങ്ങളെപ്പോലെ ശ്രേഷ്ഠരാകാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? അള്ളാഹുവിന്റെ ഹബീബിന്റെ ഈ ചോദ്യത്തിന് സന്തോഷത്തോടെ മഹാന്മാരായ സ്വഹാബത്ത് മറുപടി പറയുന്നു, ഖാലൂ ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ, അള്ളാഹുവിന്റെ ഹബീബായ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത് എന്താണെന്നറിയുമോ? ഖാല തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂന ദുബറ കുല്ലി സ്വലാത്തിൻ 33 മറ. എന്താ സംഗതി? റിസൾട്ട് വലുതാണ്, പക്ഷേ ചെയ്യാൻ പറഞ്ഞ കാര്യം നോക്കുമ്പോഴോ വളരെ ലളിതം അല്ലേ? തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂന ദുബറ കുല്ലി സ്വലാത്തിൻ 33 മറ. എല്ലാ നിസ്കാരങ്ങളുടെയും പിന്നിൽ നിങ്ങൾ തസ്ബീഹ് ചെല്ലണം, സുബ്ഹാനല്ലാഹ്. വതുകബ്ബിറൂന, നിങ്ങൾ തക്ബീർ ചെല്ലണം, അല്ലാഹു അക്ബർ. വതുഹമ്മിദൂന, നിങ്ങൾ ഹംദ് ചെല്ലണം, അൽഹംദുലില്ലാഹ്. അപ്പൊ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ ചൊല്ലണം. കുല്ല സ്വലാത്തിൻ ദുബറ കുല്ലി സ്വലാത്തിൻ, എല്ലാ നിസ്കാരത്തിന്റെയും പിന്നിൽ 33 മറ, 33 പ്രാവശ്യം. കണ്ടോ? 33 പ്രാവശ്യം നിങ്ങൾ തസ്ബീഹ് ചൊല്ലുക, സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഹംദ് ചൊല്ലുക, അൽഹംദുലില്ലാഹ്. നിങ്ങൾ തക്ബീർ ചൊല്ലുക, അല്ലാഹു അക്ബർ. അങ്ങനെ നിങ്ങൾ ചൊല്ലിയാൽ അതിന്റെ ഫീഡ്ബാക്ക്, അതിന്റെ റിസൾട്ട് എന്താണ്? ഈ പറഞ്ഞതാണ്. തുദ്രികൂന ബിഹി മൻ ഖദ് സബഖക്കും, സമ്പത്ത് കൊണ്ട് അഥവാ ധാരാളം സ്വതക്ക ചെയ്ത്, ധാരാളം അടിമകളെ മോചിപ്പിച്ച്, ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാന്ത്വന പ്രവർത്തനങ്ങളും നടത്തി സമ്പത്ത് കൊണ്ട് നിങ്ങളെ മുൻകടന്ന ആളുകളോടൊപ്പമെത്താൻ നിങ്ങൾക്ക് കഴിയും. മാത്രമല്ല, നിങ്ങൾക്ക് ശേഷം വരുന്നവരെ നിങ്ങൾക്ക് മുൻകടക്കാനും കഴിയും. ഇതുപോലെ ആരെങ്കിലും ചെയ്താലേ നിങ്ങളെക്കാൾ അവർ ശ്രേഷ്ഠരാകുകയുള്ളൂ. അപ്പൊ നിങ്ങളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠര്. അങ്ങനെ നിങ്ങളിത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മഹത്വം ലഭിക്കുമെന്ന് മഹാന്മാരായ ആ ഫുഖറാക്കളായ സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു സന്തോഷത്തോടുകൂടി പോയി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത ഈ സമ്മാനവുമായിട്ട് അൽഹംദുലില്ലാഹ്, ഇനി ഞങ്ങൾ ഏറ്റു. കാരണം ഈ ചെറിയ കാര്യമാണല്ലേ, വളരെ ലളിതമായി ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ റസൂലുള്ളാഹി കൊടുത്ത ഓഫർ എന്താ? ഗ്യാരണ്ടി എന്താ? ലക്ഷങ്ങളും കോടികളും ചിലവഴിച്ച് സ്വതക്ക ചെയ്യുന്ന വലിയ മുതലാളിമാരോടൊപ്പം എത്താൻ കഴിയും. ധാരാളം അടിമകളെ മോചിപ്പിക്കുന്ന വലിയ സമ്പന്നന്മാരായ ആളുകളോടൊപ്പം എത്താൻ കഴിയും. പള്ളിയും മദ്രസയും ദീനീ സ്ഥാപനങ്ങളും നടത്തി സംഭാവന ചെയ്ത് വലിയ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടുന്ന സമ്പന്നനോടെത്താൻ കഴിയും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാന്ത്വന പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് സമ്പത്ത് കൊണ്ട് വലിയ മഹത്തായ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്ന പണക്കാരോടൊപ്പം എത്താൻ കഴിയും. ചെറിയ കാര്യമല്ലല്ലോ, വലിയ കാര്യമാണ്. കിട്ടുന്ന മഹത്വം വളരെ വലുതാണ്, പക്ഷേ അധ്വാനം വളരെ കുറവാണ്. അങ്ങനെ മഹാനായ ഖാല അബൂ സ്വാലിഹ് എന്നവർ പറയുകയാണ്, ഫറജ ഫുഖറാഉൽ മുഹാജിരീന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി കൊടുത്ത സമ്മാനവുമായി പോയി അവരതിങ്ങനെ ചെയ്യാൻ തുടങ്ങി, വലിയ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി. പിന്നെ അതേ മുഹാജിറുകളായ സഹാബത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് പിന്നെ മടങ്ങി വരികയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ്, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. എന്നിട്ട് എന്താ പറഞ്ഞെന്നറിയോ? فقالوا سمع إخواننا أهل الأموال بما فعلنا ففعلوا مثله. സംഗതി ആകപ്പാടെ കുഴപ്പമായി. സമയ ഇഖ്വാനുന അഹ്ലുൽ അംവാലി ബിമാ ഫഅൽന. ഞങ്ങളിതിങ്ങനെ ചെയ്യാൻ തുടങ്ങി നോക്കുമ്പോ അടുത്തൊക്കെ ഉണ്ടല്ലോ മുതലാളികൾ. നമ്മുടെ അങ്ങനെയാണല്ലോ ഇസ്ലാമിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമത്വമാണല്ലോ.
സമത്വം, സാഹോദര്യം, അല്ലേ? എല്ലാ ആളുകളും സമ്പന്നന്മാരും പാവപ്പെട്ടവരുമൊക്കെ ഒരുപോലെ തോളോടൊരുമി നിന്നുകൊണ്ടാണ് നിസ്കരിക്കുന്നത്, അല്ലേ? അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. നാട്ടിലെ ഏറ്റവും സമ്പന്നനായ മുതലാളി നിസ്കരിക്കാൻ വന്നാൽ ആ മുതലാളിയോടൊപ്പം തന്നെയാണ് അയാളുടെ വീട്ടിലെ ഏറ്റവും താഴേക്കിടയിലുള്ള കൂലിപ്പണിക്കാരനും പടച്ചറബിന്റെ മുമ്പിൽ നിസ്കാരത്തിനായി നിൽക്കുന്നത്, മുനാജാത്തിനായി നിൽക്കുന്നത്. അസ്വലാത്തു മുനാജാത്തുൽ മുഅ്മിനി ലിറബ്ബിഹി, അല്ലേ? ഒരു വിശ്വാസി അവന്റെ റബ്ബിനോട് രക്ഷിതാവായ തമ്പുരാനുമായി നടത്തുന്ന അഭിമുഖ സംഭാഷണമാണ് നിസ്കാരം. അവിടെ വേർതിരിവില്ല, അവിടെ ചേരിതിരിവില്ല. പണത്തിന്റെയും മറ്റേതെങ്കിലും അധികാരത്തിന്റെയും ഇടയിലുള്ള ഒരു വ്യത്യാസം അവിടെയില്ല. അപ്പോ പാവപ്പെട്ട ഒരു മുഹാജിറായ മിസ്കീനായ പാവപ്പെട്ട മനുഷ്യൻ നിന്ന് നിസ്കരിക്കുന്നതിന്റെ തൊട്ടടുത്തായിരിക്കും ഒരുപക്ഷെ വലിയ പണക്കാരനായ സമ്പന്നനായ ആളും വന്ന് നിൽക്കുന്നത്. അപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ട് നേരത്തെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുകൊടുത്ത ഓഫർ, സുബ്ഹാനല്ലാഹ്, പാവപ്പെട്ട സ്വഹാബി ഇങ്ങനെ ചെല്ലുകയാണ്, സുബ്ഹാനല്ലാഹ് 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 എന്നിങ്ങനെ ചെല്ലുന്നു. അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് 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 എന്നിങ്ങനെ ചെല്ലുന്നു. അത് കഴിഞ്ഞിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് ചെല്ലുന്നു 33 പ്രാവശ്യം. സ്വഹാബത്തിനൊരു പ്രത്യേകതയുണ്ട്. ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുന്നത് കണ്ടുകഴിഞ്ഞാൽ, കേട്ടുകഴിഞ്ഞാൽ പിന്നെ അതെങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാനും പ്രാവർത്തികമാക്കാനും അവർ വലിയ മിടുക്കരാണ്. അതുകൊണ്ടാണല്ലോ സുഹൃത്തുക്കളെ തറാവീഹ് നിസ്കാരത്തെ സംബന്ധിച്ചു വന്ന ചരിത്രങ്ങളിലെ ഹദീസുകളിലെ പരിശുദ്ധമായ റമദാനിൽ ഒരു പ്രാവശ്യം അള്ളാഹുവിന്റെ ഹബീബ് ഒരു ദിവസം മഹാന്മാരായ സ്വഹാബാക്കളെ കൊണ്ട് പള്ളിയിൽ ഒരു നിസ്കാരം നടത്തി. ആദ്യമായി ആ നിസ്കാരത്തിൽ കുറച്ചാളുകളെ പങ്കെടുത്തുള്ളൂ, അധികം ആളുകളൊന്നും അറിഞ്ഞിരുന്നില്ല. കുറഞ്ഞ ആളുകളാണെന്ന് നിസ്കാരത്തിൽ പങ്കെടുത്തത്. ഒരു പ്രത്യേക നിസ്കാരം. ആ തലേ വർഷം വരെയും അതിനു മുമ്പ് വരെയും നിസ്കരിക്കാത്ത ഒരു പ്രത്യേകമായ നിസ്കാരം റമദാനിൽ അള്ളാഹുവിന്റെ ഹബീബ് നടത്തി. അതിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചവർക്കൊക്കെ അവസരം കിട്ടി. അവർ നിസ്കാരത്തിൽ പങ്കെടുത്തു. പക്ഷെ എന്താ സംഭവിച്ചത്? നിസ്കാരത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ പിന്നെ പുറത്തിറങ്ങിയിട്ട് ആളുകളോട് ഇങ്ങനെ പറയാൻ തുടങ്ങി, അൽഹംദുലില്ലാഹ്, ഇന്നലെ കിട്ടിയ പ്രത്യേകമായ അനുഭൂതി, ആ നല്ല ഒരു സന്തോഷ വാർത്ത ആളുകളോട് പറഞ്ഞപ്പോ തലേ ദിവസം പങ്കെടുക്കാൻ കഴിയാതെ പോയ ആളുകൾക്കൊക്കെ വല്ലാത്ത വിഷമം. അവരെന്ത് ചെയ്തു? രണ്ടാമത്തെ ദിവസം മറ്റുള്ളവർ വരുന്നതിന് മുമ്പ് ഒന്നാമത്തെ സഫിൽ സ്ഥലം പിടിച്ചു. ഇന്നലെ ഞങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങളോടൊപ്പം നിസ്കരിക്കാൻ കഴിഞ്ഞില്ല, ഇന്നെങ്കിലും അത് ഞങ്ങൾക്ക് കിട്ടണമെന്ന് കരുതി ആവേശത്തോടെ പള്ളിയിലേക്ക് രണ്ടാമത്തെ ദിവസം ആളുകൾ തിരക്ക് കൂട്ടിയെത്തി. രണ്ടാമത്തെ ദിവസം വലിയ ജനത്തിരക്കായി. ആദ്യത്തെ ദിവസത്തെ പോലെയല്ല, ആളുകൾ കുറെയെത്തി. അന്നും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിച്ചു. അപ്പൊ ആദ്യത്തെ ദിവസം വന്നവര് ഈ പരിപാടി നമുക്ക് പറ്റൂല എന്ന് കരുതി വരാതിരുന്നോ? അവരെന്തായാലും എത്തും രണ്ടാമത്തെ ദിവസം. അതേ സമയത്ത് ആദ്യത്തെ ദിവസം അറിയാതെ പോയ ആളുകൾ കേട്ടറിഞ്ഞ് അവരും രണ്ടാമത്തെ ദിവസം എത്തി. അപ്പൊ പള്ളി നിറഞ്ഞു. അങ്ങനെ അന്നും അവർ പിരിഞ്ഞുപോയി. അന്നും വാർത്ത അറിയാത്ത കുറെ ആളുകളുണ്ടായിരുന്നു. മൂന്നാമത്തെ ദിവസം അവരുടെ ചെവിയിലും വാർത്തയെത്തി. അപ്പൊ നോക്കുമ്പോ 1-2 ദിവസങ്ങളിൽ വന്ന ഒരൊറ്റ കുട്ടിയും മുടങ്ങിയിട്ടില്ല. നമ്മളെപ്പോലെയല്ല, ഈ പരിപാടി നമുക്ക് പറ്റൂല, ഇത്ര നീണ്ടു നിസ്കരിക്കാൻ പറ്റൂല, അത് നമുക്ക് വേണ്ട എന്ന് കരുതി ആദ്യത്തെയും രണ്ടാമത്തെ ദിവസം വന്നവർ ആരും ഒഴിഞ്ഞുപോയില്ല. അവരൊക്കെ എത്തി. മൂന്നാമത്തെ ദിവസമോ കുറച്ചുകൂടി ആളുകൾ കേട്ടറിഞ്ഞ് വീണ്ടും പള്ളിയിലേക്ക് വന്നു. പള്ളി ജനനിബിഡമായി. ജനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതെ പള്ളി തിങ്ങി നിറഞ്ഞു. അന്നത്തെ ദിവസവും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വന്നുകൊണ്ട് സ്വഹാബത്തോടൊപ്പം നിസ്കരിച്ചു. 3 ദിവസം കഴിഞ്ഞു. 3 ദിവസവും അറിയാത്ത ആളുകളുണ്ട്. 4ാമത്തെ ദിവസമായപ്പോ കുറച്ചുകൂടി വാർത്ത പ്രചരിച്ചു. അങ്ങനെയാണല്ലോ. ചുരുക്കി പറഞ്ഞാൽ 4ാമത്തെ ദിവസം കഴിഞ്ഞ 3 ദിവസങ്ങളെയും കടത്തിവെട്ടി പള്ളിയിൽ വലിയ ജനത്തിരക്ക്. പക്ഷേ കഴിഞ്ഞ 3 ദിവസങ്ങളിലും സമയത്ത് പള്ളിയിലേക്ക് വന്ന് സ്വഹാബത്തിന് നേതൃത്വം കൊടുത്ത് നിസ്കാരം നടത്തിയ റസൂലുള്ളാഹി തങ്ങൾ അന്നത്തെ ദിവസം പള്ളിയിലേക്ക് വന്നില്ല. ഇപ്പൊ വരും റസൂലുള്ളാഹി എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളിയിൽ തടിച്ചുകൂടിയ സ്വഹാബത്ത് പ്രഭാതം സുബഹി ജമാഅത്തിന് വന്നപ്പോ വലിയ ജനത്തിരക്ക്. സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് ഞാൻ അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ നിങ്ങളുടെ ഈ ആവേശം കണ്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടുപോയി. ഞാനും നിങ്ങളും കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നിസ്കരിച്ച ഈ നിസ്കാരം ഇപ്പോൾ സുന്നത്താണ്, ഐച്ഛികമാണ്, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാൻ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങളുടെ ആവേശം കണ്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടുപോയി. ഈ നിസ്കാരമെങ്ങാനും അള്ളാഹു ഫർളായി നിശ്ചയിച്ചു പോയെങ്കിലോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പിന്നീട് അത് നടപ്പിൽ വരുത്താൻ ചെയ്യാൻ കഴിയാതെ ആർക്കെങ്കിലും വന്നുപോയാൽ അവര് കുറ്റക്കാരായി മാറുമല്ലോ എന്ന് കരുതി ഞാൻ വരാതിരുന്നതാണ് സ്വഹാബാ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു. പക്ഷേ നിസ്കാരം അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിന്റെ കാര്യങ്ങൾ മനസ്സിലായി.
ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ റസൂലുള്ളാഹി തങ്ങൾ ആ നിസ്കാരത്തിന് വേണ്ടി ജമാഅത്തിന് നേതൃത്വം കൊടുക്കാൻ പള്ളിയിലേക്ക് വന്നിട്ടില്ല. ചരിത്രം അങ്ങനെയാണല്ലോ പോയത്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാല്, നല്ല കാര്യങ്ങൾ കേട്ടറിയാനും അത് മനസ്സിലാക്കാനും അത് അറിഞ്ഞാൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരാനും സ്വഹാബത്തിനുള്ള ഒരു ജാഗ്രത അങ്ങനെയാണ്. ആഖിറത്തിന്റെ വിഷയത്തിൽ, അമലുകൾ ചെയ്യുന്ന വിഷയത്തിൽ, നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ വസ്സാബിഖൂന സാബിഖൂൻ ഉലൈകൽ മുഖറബൂൻ, ഭയങ്കര മത്സര ബുദ്ധിയാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞപ്പോൾ പാവപ്പെട്ട മുഹാജിരീങ്ങളായ സ്വഹാബത്ത് ഇങ്ങനെ നേരത്തെ ഒന്നും ഇല്ലാത്ത പതിവില്ലാത്ത ഒരു പരിപാടി ഇങ്ങനെ കുശൂശിക്കണം സലാം വീട്ടി കഴിഞ്ഞപ്പോ. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. അപ്പൊ അടുത്തിരുന്ന മുതലാളി ഇങ്ങനെ ഏറി വന്നിട്ട് നോക്കി, എന്താ പരിപാടി, എണ്ണം പിടിക്കുമ്പോൾ നോക്കുമ്പോൾ 33. അത് കഴിഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹ്. അടുത്തത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് കേട്ടാ മറ്റൊരു വിടുവോ, കിടക്കട്ടെ, അവരും തുടങ്ങി പരിപാടി. മുതലാളിമാരും തുടങ്ങി പരിപാടി. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33. ദാ കിടക്കണ ചട്ടിങ്കല്. അപ്പൊ ഈ പാവപ്പെട്ട മുഹാജിറുകളായ സ്വഹാബത്ത് വീണ്ടും റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, സമിഅ ഇഖ്വാനുനാ ഹുലുൽ അംവാലി ബിമാ ഫഅൽനാ, പണക്കാരായ ഞങ്ങളുടെ സഹോദരന്മാര് ഞങ്ങൾ ചെയ്യുന്നത് കണ്ടു കേട്ടു. ഫഫഅലു മിസ്ലഹു, അവരും അതുപോലെ ചെയ്യാൻ തുടങ്ങി നബിയെ. സംഗതി ആ കുടുങ്ങിയല്ലോ. ആർക്കും കിട്ടാത്ത മുതലാളിമാരുടെ ഒപ്പം എത്താനാ ഞങ്ങൾ ഈ പണി ചെയ്തത്. അപ്പൊ നോക്കുമ്പോ അവരെ അതിലും കൂടി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ എന്ത് പറഞ്ഞെന്നറിയോ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. എന്താണ് ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ? അത് അല്ലാഹുവിന്റെ ഔദാര്യമാണ് മക്കളെ, അവൻ ഉദ്ദേശിച്ചവർക്ക് അത് കൊടുക്കും. അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങൾക്ക് എന്ത് കിട്ടി? നേരത്തെ പറഞ്ഞ കാര്യം കിട്ടി. എന്ത്? വലിയ സമ്പത്ത് കൊണ്ട് സംഭാവന ചെയ്തിട്ടും അടിമകളെ മോചിപ്പിച്ചിട്ടും സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും സ്വതക്ക ചെയ്തിട്ടും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും സമ്പത്ത് കൊണ്ട് വലിയ മഹത്വങ്ങൾ കരസ്ഥമാക്കുന്ന ആളുകളോടൊപ്പം എത്താനാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞത്. അത് നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഈ പരിപാടി അവർ ചെയ്യുമ്പോഴെന്താ, അവർക്ക് അതിന്റെ കൂലിയും കൂടി കിട്ടും. ഏതായാലും നിങ്ങൾക്ക് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ചില അനുഗ്രഹങ്ങൾ കിട്ടിയില്ല, അവർ ചെയ്ത നേട്ടങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്ന വിഷമം എന്തായി മാറി. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്കെന്ത് മനസ്സിലായി ഇതിൽ നിന്ന്? എന്ത് മനസ്സിലായി? പരിശുദ്ധമായ ദീൻ. സ്ത്രീകൾ പള്ളിയിൽ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ഇതിപ്പോ സമ്പത്തിന്റെ വിഷയമാണ്. സ്ത്രീകൾക്ക് നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ എടുത്ത് പരിശോധിച്ചാൽ കാണാം, വൽ മുഅ്മിനാത്തു വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലെ, അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമൂന വൽ മുസ്ലിമാത്ത് എന്ന് പറഞ്ഞിട്ട് നല്ലത് ചെയ്യുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട്, പുരുഷന്മാരും സ്ത്രീകളും. പക്ഷേ സ്ത്രീകൾ പുരുഷന്മാർ ചെയ്യുന്ന പല കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെ? അതിനും ആ വിഷയം സഹാബത്തിനടുക്കൽ പരാതിയായിട്ട് എത്തിയിട്ടുണ്ട്. വനിതകളായ സ്വഹാബിയത്തുകളായ വനിതകൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഹബീബേ, ഞങ്ങളുടെ ഭർത്താക്കന്മാരായ പുരുഷന്മാർ 5 നേരം പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നു, വെള്ളിയാഴ്ച ജുമുഅയിൽ പങ്കെടുക്കുന്നു, അള്ളാഹുവിന് വേണ്ടിയുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയുള്ള ധർമ്മയുദ്ധങ്ങളിൽ പങ്കെടുക്കുന്നു, ഞങ്ങൾക്ക് അതിനൊന്നും കഴിയുന്നില്ല, ഞങ്ങൾക്ക് ആ പ്രതിഫലമൊന്നും കിട്ടുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞെന്താ? പെണ്ണുങ്ങളെ, സഹോദരിമാരെ, നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കണ്ട. 5 നേരവും ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്ന പുരുഷന്മാർ, ആഴ്ചകളിൽ വെള്ളിയാഴ്ചകളിൽ ജുമകളിൽ പങ്കെടുക്കുന്ന പുരുഷന്മാർ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന് വേണ്ടിയുള്ള ധർമ്മയുദ്ധങ്ങളിൽ പോരാട്ടങ്ങളിൽ പോയി പോരാടി യുദ്ധം ചെയ്ത് ഒരുപക്ഷേ രക്തസാക്ഷിത്വം വരിക്കുകയോ യുദ്ധത്തിൽ വിജയം കൈവരിച്ച് തിരിച്ചു വരികയോ ചെയ്യുന്ന പുരുഷന്മാർ, അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് കരുതി നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആ പ്രതിഫലങ്ങൾ മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ തന്നെ ഉറപ്പുവരുത്തിയിരിക്കുന്നു. പുരുഷന്മാർ 5 നേരം ജമാഅത്തായി നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോ അവർക്ക് വലിയ മഹത്വമാണ് അല്ലാഹു തആല നിശ്ചയിച്ചതെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ സഹാബിയത്തുകളായ സഹോദരിമാരോട് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധമായ പരിപാവനമായ ഈ മസ്ജിദുൻ നബവി ഉണ്ടല്ലോ, ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാമത്ത് നിന്ന് ജമാഅത്തിന് നേതൃത്വം കൊടുക്കുന്ന പള്ളി, ലോകത്ത് അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ 2ാം സ്ഥാനമുള്ള മസ്ജിദുൻ നബവി, ഈ പള്ളിയിൽ വന്നുകൊണ്ട് എന്റെ പിന്നിൽ നിന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളോടൊപ്പം, ഉമറുൽ ഫാറൂഖ് തങ്ങളോടൊപ്പം, ഉസ്മാൻ ഇബ്നു അഫ്ഫാനോടൊപ്പം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും, ആ മഹത്തുക്കളായ പുണ്യാത്മാക്കളോടൊപ്പം അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് മസ്ജിദുൻ നബവിയിലെ മദീന പള്ളിയുടെ അകത്തളങ്ങളിൽ വന്നുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്നതിനേക്കാൾ നിങ്ങൾക്കുത്തമം
നിങ്ങളുടെ വീടിനോട് ചേർന്നൊരു ചെറിയ പള്ളിയുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കലാണ്. അവിടെ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം നിങ്ങൾക്ക് സുബ്ഹാനല്ലാഹ് നിങ്ങളുടെ വീട്ടിന്റെ അകത്തൊരു മുറിയുണ്ടെങ്കിൽ അവിടെ നിസ്കരിക്കലാണ്. അത് തന്നെ കോമൺ റൂമിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് അകത്തെ മുറിയിൽ നിസ്കരിക്കലാണ്. അതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് പ്രൈവറ്റായി സ്വന്തമായ ഒരു മുറിയുണ്ടെങ്കിൽ ആ മുറിയുടെ ഉള്ളിൽ നിസ്കരിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം പ്രതിഫലാർഹമെന്ന് പഠിപ്പിച്ച ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. കാരണമെന്താ? ശാരീരികമായി നോക്കുമ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ അപേക്ഷിച്ച് ധാരാളം വൈകല്യങ്ങൾ, ധാരാളം കുറവുകൾ, ധാരാളം ന്യൂനതകളുള്ളവരാണ് സ്ത്രീകൾ, അല്ലേ? പുരുഷന്മാരെ പോലെയല്ല. അപ്പൊ അതുകൊണ്ട് 5 നേരവും പള്ളിയിൽ വന്ന് ചാടിയേടി വന്നിട്ട് ജമാഅത്ത് നിസ്കരിക്കാൻ അവർക്ക് കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ശാരീരികമായ പല ദൗർബല്യങ്ങളും മാനുഷികമായ പല ദൗർബല്യങ്ങളും അവർക്കുണ്ട്. സ്ത്രീകളിന് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അവർക്ക് അഥവാ ജോലി കുറച്ച് കൂലി കൂടുതൽ, അങ്ങനെയാണ്. അതാണ് ജോലി കുറച്ച് കൂലി കൂടുതൽ. സുബ്ഹാനല്ലാഹ്. 2 തൊഴിലാളികൾ, ഒരു മുതലാളിക്ക് 2 തൊഴിലാളി. അതിലൊരു തൊഴിലാളി നല്ല ആരോഗ്യവാനാണ്, എന്തിനും കഴിയുന്ന ആളാണ്. അയാൾക്ക് നല്ല ഭാരമേറിയ ജോലി കൊടുത്തു. കൂട്ടത്തിലുണ്ടൊരു പാവപ്പെട്ടവൻ, ശാരീരികമായി ദുർബലനാണ്, ആരോഗ്യമില്ല, എപ്പോഴും അസുഖമാണ്. അവന് പറ്റുന്ന ചെറിയ ജോലി കൊടുത്തു. പക്ഷെ കൂലി 2 പേർക്കും ഒരുപോലെയാണ്. എന്നതുപോലെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ സാമ്പത്തികമായ വിഷയത്തിലും ശാരീരികമായ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും ദൗർബല്യം മനസ്സിലാക്കി അതില്ലാത്തവർക്ക് കൊടുക്കുന്ന അതേ കൂലി അല്ലാഹു തആല ഇവിടെ വാഗ്ദാനം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മളിത് ഈ ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വളരെ ചെറിയ നിസ്സാരമായ, അല്ലെ, വളരെ സിമ്പിളായ ഒരു കാര്യം എല്ലാവരും കേട്ടില്ലേ സുഹൃത്തുക്കളെ? വളരെ സിമ്പിളായ ഒരു കാര്യം. എല്ലാ 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം നിങ്ങൾ പതിവായി സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. നമ്മളിത് ചെറുപ്പത്തിൽ പഠിച്ചതാണ്, അല്ലെ? നമ്മളെ മദ്രസകളിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ വാളുകളിലും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത് പതിവായി ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? അവിടെയാണ് വിഷയം. ഞാനും നിങ്ങളുമൊക്കെ അതിൽ അലംഭാവം കാണിക്കുന്നവരാണ്. നമുക്ക് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഭയങ്കര തിരക്കാ, ഓട്ടം. ഇനി അവിടെ ഇരുന്നാൽ തന്നെ നമ്മൾ ചെയ്യൂ ഇത് കറക്റ്റായിട്ട്. ഈ തസ്ബീഹ് ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു മാമൂലായിട്ട് ചെയ്താൽ പോരാ. മഗ്‌രിബിന് ശേഷവും ചൊല്ലാം. നമുക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, മഗ്‌രിബിന് ശേഷം ചെല്ലാൻ പാടില്ല, മഗ്‌രിബിന് ശേഷം ചൊല്ലാം. സമയം കുറവായതുകൊണ്ട് ചിലപ്പോൾ ഇമാമിങ്ങൾ പെട്ടെന്ന് ദുആ ചെയ്തു പോകും. അത് കഴിഞ്ഞിട്ട് ഇതും ചൊല്ലിക്കോളി, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് ചെല്ലിട്ട് പിന്നെ ദുആ ചെയ്തോളി. അതിനൊന്നും ഒരു കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളിത് പതിവാക്കുക. സുബ്ഹാനല്ലാഹ്. പക്ഷെ നല്ല ശ്രദ്ധയോടുകൂടി ചെല്ലണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ ഇന്നലെയാണെന്ന് അബൂറയ്യാൻ ഉസ്താദ് എപ്പോഴോ സംസാരിച്ചപ്പോൾ പറയുന്നത് കേട്ടു. വിരൽ കൊണ്ട് ഇങ്ങനെ ഒരു നീക്കൽ, അങ്ങനെയാണ്, ശരിയാണ്. ഇതിങ്ങനെ 30-33 കറക്റ്റ് എണ്ണം ഉണ്ടാവില്ല, എന്നൊരു വിടലായിരിക്കും. ഒരു സുബ്ഹാനല്ലാഹ് പറയുമ്പോൾ 3 സംഗതി കഴിഞ്ഞാണ്. അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ്. വളരെ സമാധാനത്തിൽ അക്ഷരങ്ങളൊക്കെ സ്ഫുടമായിട്ട് 33 കറക്റ്റായിട്ട് നമ്മളില്ല. നമ്മൾ കഴിഞ്ഞു 33. എന്ത് ഹംദുലില്ലാഹ്? അൽഹംദുലില്ലാഹ്. അങ്ങനെയാണ്. അൽഹംദുലില്ലാഹ്. നമ്മളറിയാതെ സ്പീഡ് കൂടുമ്പോ അങ്ങനെ ആയിപ്പോകും സുഹൃത്തുക്കളെ. പ്രത്യേകിച്ച് സാധാരണക്കാർ പലപ്പോഴും സംഭവിക്കുന്ന പോരാങ്ങൾ നമ്മൾ തജ്വീദിന്റെ ക്ലാസ്സിലൊക്കെ ഉസ്താദന്മാർ പറയുന്നത് കേട്ടിട്ടില്ലേ? ഈ ഒരു ഇസ്മിനോട് കൂടി അല്ല് ചേരുമ്പോ പലപ്പോഴും നമ്മുടെ മലയാളികളുടെ നാടൻ ഭാഷയിൽ അത് പലപ്പോഴും ഉണ്ടാവില്ല. അൽഹംദുലില്ലാഹ്. പിന്നെ അൽഹംദുലില്ലാഹ് എങ്ങനെയൊക്കെ ആയി പോകും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ് ഒരു മിതമായ സ്പീഡിൽ എണ്ണി വിടുക. 33. അല്ലാഹു അക്ബർ, അത് 33, അല്ലേ? അത് 33 സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? ചൊല്ലിയിട്ട് മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, 100 പൂർത്തിയാക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. കേട്ടോ? അപ്പൊ അങ്ങനെ നമ്മൾ ചൊല്ലിയാൽ തീർച്ചയായും നമുക്ക് കിട്ടുന്ന മഹത്വം എന്താണ്? വലിയ പ്രതിഫലമാണ്. വലിയ പ്രതിഫലം. സമ്പന്നന്മാരായ പണക്കാരായ ആളുകൾ അവരുടെ സമ്പത്ത് കൊണ്ട് നേടിയെടുക്കുന്ന അമേയവും അനിർവചനീയവുമായ അനുഭൂതികൾ, അനുരാഗങ്ങൾ, അവരുടെ സ്ഥാനമാനങ്ങൾ, അതൊക്കെ നിങ്ങൾക്കും ലഭിക്കും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്നോടും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. ഇനി മുതൽ മുടങ്ങാതെ 5 നേരവും കഴിവിന്റെ പരമാവധി ഇത് പ്രാവർത്തികമാക്കുക. വലിയ മഹത്വം, വലിയ പ്രതിഫലം നമുക്ക് കിട്ടുകയാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും റെഡിയല്ലേ സുഹൃത്തുക്കളെ? എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ഒന്നും തയ്യാറുള്ള ആളുകളൊക്കെ ഒന്ന് അനുസരിച്ച് ഇനി മുതൽ ഇൻഷാ അല്ലാഹ്, അടുത്ത വഖത്ത് മുതൽ ഇൻഷാ അല്ലാഹ് എല്ലാ വഖത്തിലും മുടങ്ങാതെ ഈ തസ്ബീഹ് ഞാൻ പതിവാക്കും എന്ന് ഇൻഷാ അല്ലാഹ് അസ്മി ചെയ്യുക, തവക്കുലാക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്.
കണ്ടോ? അപ്പൊ ഇതാണ് ഒരു ഹദീസ്. മറ്റൊരു ഹദീസ് കൂടി അതുപോലെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കാം. കൂടുതൽ ചെറിയ ഇതൊക്കെ നമുക്ക്, അതാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞല്ലോ, വളരെ സിമ്പിളായ വിഷയങ്ങളാണ്, വളരെ സിമ്പിളാണ്. പക്ഷേ നമുക്ക് പ്രതിഫലമോ വളരെ വലുതാണ് സുഹൃത്തുക്കളെ. അപ്പൊ അതൊക്കെ ഓർമ്മിപ്പിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ഈ ക്ലാസ് റൂമിന്റെ ലക്ഷ്യം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഇനി അടുത്തൊരു ഹദീസ് ഇൻഷാ അല്ലാഹ്, അതും ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഖാല അല്ലാഹു തആല വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു وقال تعالى وما تنفقوا من خير فلأنفسكم وما تنفقون إلا ابتغاء وجه الله وما تنفقوا من خير يوفى إليكم وأنتم لا تظلمون. وعن أبي هريرة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم ما من يوم يصبح العباد فيه إلا ملكان ينزلان فيقول أحدهما اللهم أعط منفقا خلفا ويقول الآخر اللهم أعط ممسكا تلفا. رواه مسلم. وعن عدي بن حاتم رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول اتقوا النار ولو بشق تمرة. رواه البخاري. ഏകദേശം രണ്ടും ആശയങ്ങൾ ഒത്തുവരുന്ന ഒരു ഹദീസാണ്. മനസ്സിലായില്ലേ? അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഗൗരവമായിട്ട് ചെല്ലുക. എന്താ പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് ചെറിയൊരു കർമ്മം. ഇനി സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ് വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചിലവഴിച്ചാൽ അല്ലാഹു തആല അതിന് പകരം തരും. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് ഉള്ളവർ ഉള്ളതുപോലെ 5 രൂപ, 10 രൂപ, 1 രൂപ, 2 രൂപ, 50 പൈസ എത്രയായാലും വേണ്ടില്ല, ഉള്ളതനുസരിച്ച് ചെറിയ സംഖ്യയാണെങ്കിലും നിങ്ങൾ ചിലവഴിച്ചാൽ അല്ലാഹു തആല അതിന് നിങ്ങൾക്ക് പകരം തരും. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫലിഅൻഫുസികും. നിങ്ങൾ ചെലവഴിക്കുന്ന എന്തൊരു ഖൈറും, മിൻ ഖൈരിൻ എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമാണ്. അതാണ് എത്ര ചെറിയൊരു ഖൈറായ സംഗതി പോലും അത് നിങ്ങളുടെ ശരീരങ്ങൾക്ക് നിങ്ങൾക്കത് ലഭിക്കും. വമാ തുൻഫിഖൂന ഇല്ലാ ഇബ്തിഗാഅ വജ്ഹില്ലാഹ്. അല്ലാഹുവിന്റെ പൊരുത്തം തേടിയല്ലാതെ നിങ്ങൾ ചിലവഴിക്കുകയില്ല. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ, ഒരു ഖൈറിന്റെ വിഷയത്തിൽ നിങ്ങൾ ചിലവഴിക്കുകയില്ല. യുവഫ്ഫ ഇലൈക്കും, നിങ്ങൾക്ക് അത് പൂർത്തീകരിക്കപ്പെടും. ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു തആല അതിന് പകരം തരും. ദുനിയാവിൽ വെച്ച് തന്നെ അല്ലാഹു ഒരു പക്ഷേ തരും. അപ്പോ ഖൈറിന്റെ വിഷയത്തിൽ, നന്മയുടെ വിഷയത്തിൽ നമ്മൾ ചിലവഴിക്കുന്ന ഓരോ ചില്ലിക്കാശും അത് നമുക്ക് അല്ലാഹു തആല പകരം തരാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. അതിന്റെ പ്രതിഫലം നാളെ പരലോകത്താകട്ടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതുമാണ്. സുബ്ഹാനല്ലാഹ്. ഹദീസ് എന്താണ്? മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാനി. ശരിക്കും ശ്രദ്ധിക്കണേ. നമ്മൾ കേട്ട് പരിചയിച്ച ഹദീസ് തന്നെയാണ്, എല്ലാവർക്കും അറിയാം. ലഫ്ള് ഒരു പക്ഷേ മറന്നുപോയിട്ടുണ്ടാകും, എന്നാലും ഒന്ന് കുറിച്ചു വെച്ചോളി, മറന്നുപോകാതെ ഓർത്തു വെച്ചോളി മനസ്സിൽ. മാ മിൻ യൗമിൻ, ഒരു ദിവസവുമില്ല. എങ്ങനത്തെ ഒരു ദിവസം? യുസ്ബിഹുൽ ഇബാദു ഫീഹി, അടിമകൾ ആ ദിവസത്തിൽ പ്രഭാതത്തിലാകും. അതായത് നമ്മൾ ഓരോ ദിവസവും ഓരോ പ്രഭാതത്തിന്റെയും പൊൻപുലരി പൊട്ടിവിടർന്ന് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് കർമ്മഗോതയിലേക്ക് ഇറങ്ങുന്ന ഓരോ ദിവസവും ഇല്ലാ മലക്കാനി യൻസിലാനി, 2 മലക്കുകൾ ഇറങ്ങിയിട്ടല്ലാതെ ഇല്ല. അപ്പൊ എല്ലാ ദിവസവും അങ്ങനെയാണല്ലോ. ദിവസം നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു, നേരം വെളുക്കുന്നു, വൈകുന്നേരമാകുന്നു. ഇങ്ങനെ പ്രഭാതവും പ്രദോഷങ്ങളും നമ്മുടെ ജീവിതത്തിൽ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ ഓരോ പ്രഭാതത്തിന്റെയും പൊൻപുലരി പൊട്ടിവിടരുമ്പോൾ 2 ഇറങ്ങി വരികയാണ്. എന്നിട്ട് ഫയഖൂലു അഹദുഹുമാ, ആ മലക്കുകളിൽ ഒരാൾ പറയും അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ. അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ. അല്ലാഹുവേ, ചിലവഴിക്കുന്നവന് നീ പകരം കൊടുക്കണേ അല്ലാഹ്. മലക്കിൽ ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹു തആല പറഞ്ഞു വരുന്ന മലക്കുകളാണല്ലോ, വെറുതെ അല്ലല്ലോ. അല്ലാഹു തആല ഓരോ ഡ്യൂട്ടി ഓരോരുത്തരെ ഏൽപ്പിക്കുകയല്ലേ. ഇന്നലെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഹദീസ് അല്ലേ, ദിക്റിന്റെ മജ്ലിസ് തേടി നടക്കുന്ന ഒരു ഹദീസ്. വിഭാഗം പല സെക്ഷൻ മലക്കുകളുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഇത് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് സുഹൃത്തുക്കളെ. പൊള്ളല്ല, കളവല്ല, സംശയിക്കാൻ ഒന്നുമില്ല. ഇതൊക്കെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മൊഴി മുത്തർണ വിഭ്രംജിത പൊഞ്ചുണ്ടനക്കിക്കൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ സമൂഹത്തോട് പറഞ്ഞ വാക്കുകളാണ്, പ്രവചനങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് ഒന്നും നമുക്ക് പൊള്ളില്ല, ഒന്നും മാറ്റിവെക്കാനില്ല, അരിച്ചെടുക്കാനൊന്നുമില്ല. 100% 100% നമുക്ക് നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഉറപ്പായ വചനങ്ങളാണ്. അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു, ഒരു പ്രഭാതവുമില്ല, ഓരോ ദിവസവും പ്രഭാതത്തിന്റെ പൊൻപുലരി പൊട്ടിവിടരുമ്പോൾ 2 മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ട് ഫയഖൂലു അഹദുഹുമാ,
അവരിൽ ഒരാൾ പറയും അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ ചിലവഴിക്കുന്നവന് നീ പകരം കൊടുക്കണേ അല്ലാഹ്. അപ്പൊ മറ്റേ മലക്ക് വയഖൂലുൽ ആഖറു, മറ്റേ ആൾ പറയും അല്ലാഹുമ്മ ആതി മുംസികൻ തലഫാ, അല്ലാഹുമ്മ ആതി മുംസികൻ തലഫാ. അതിന്റെ നേരെ ഓപ്പോസിറ്റ്, അല്ലാഹുവേ മുംസിക് അഥവാ പിശുക്കൻ, പിടിച്ചു വെക്കുന്നവൻ, ഒന്നും ചെലവാക്കൂല, ഒന്നും ചെലവാക്കാതെ പിടിച്ചു വെക്കുന്ന മനുഷ്യൻ തലഫ, അവന് നീ നാശത്തെ കൊടുക്കണേ, അവന്റെ സവനാവശ്യത്. അങ്ങനെയാണ്. എത്ര കോടിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട കാര്യം? ഒരു ചെറിയ സമയം പോലെ അതൊക്കെ ഇല്ലാതാകാൻ സുഹൃത്തുക്കളെ. നമ്മൾ പലപ്പോഴും വാർത്തകളിലെ മാധ്യമങ്ങളിലൂടെ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയില്ലേ അനുഭവങ്ങൾ. ഇന്ന അങ്ങാടിയിൽ കമ്പോളത്തിൽ തീ പിടിച്ചു, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം. സുബ്ഹാനല്ലാഹ്, എത്ര സമയം വേണ്ടി വന്നു? ഇപ്പൊ ഇന്നലെയും പത്രത്തിൽ കാണാൻ കഴിഞ്ഞു. ഇവിടെ UAE ഷാർജയിലാണെന്ന് എന്റെ ഓർമ്മ, ഷാർജയിലോ അതുപോലെ മുസഫയില് തീപിടുത്തം, വലിയ തീപിടുത്തം. അതിൽ 2 മലയാളികൾ മരണപ്പെട്ട വാർത്ത അറിയാൻ കഴിഞ്ഞു. അങ്ങനെ സുബ്ഹാനല്ലാഹ്, നമ്മൾ കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ, എത്ര കോടികളുടെ നഷ്ടമാണ് ചെറിയ സമയം കൊണ്ടുണ്ടാകുന്നത്. അല്ലാഹു തആല അത്തരത്തിലുള്ള എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ സുഹൃത്തുക്കളെ, ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് വരാനധികം സമയം വേണ്ട. വരാൻ ചിലപ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും, പക്ഷെ പോകാൻ അധികം സമയമൊന്നും വേണ്ട. അൽ മാലു ദില്ലുൻ സായിലുൻ എന്നാണ്. മുതൽ സമ്പത്ത് അത് മനുഷ്യന്റെ തലക്ക് മുഴുവൻ മണലുണ്ടാകും, അതിങ്ങനെ നീറിപ്പോകും. തവളിൽ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. അങ്ങനെ ഒരു പാട്ട് കേട്ടില്ലേ, കവിത, മലയാള കവിത. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ. ഭവാൻ ഭവാൻ അതേ രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഈ പ്രവിശാലമായ പ്രപഞ്ചത്തിന്റെ എല്ലാ സമ്പത്തിന്റെയും ഉടമസ്ഥൻ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഭൂമികളിലുള്ള സർവ്വതിന്റെയും ഉടമസ്ഥാവകാശം അല്ലാഹുവിനാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിലെ സാമ്പത്തിക വ്യവസ്ഥ ശ്രദ്ധേയമാകുന്നത്. കമ്മ്യൂണിസത്തിന്റെയും ക്യാപിറ്റലിസത്തിന്റെയും ഇടയിൽ ഋജുവായൊരു രേഖ വെട്ടിത്തെളിയിച്ചുകൊണ്ടാണ് ഇസ്ലാമിക സാമ്പത്തിക സിദ്ധാന്തം മുന്നോട്ട് പോകുന്നത്. 21-ാം നൂറ്റാണ്ടിന്റെ ഭൂമുഖപ്പടിയിൽ ഇരുന്നു കൊണ്ട് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറേബ്യൻ ഉപദ്വീപിലെ ആ മണൽഭൂമിയിൽ ഇരുന്നു കൊണ്ട് ലോകമാനവികതയെ നോക്കി സംവദിച്ച മഹത്തായ സിദ്ധാന്തം ഇസ്ലാമിക സാമ്പത്തിക ആശയത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും ഇന്ന് വർദ്ധിച്ചു വരികയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. സമ്പത്ത് അള്ളാഹുവിന്റേതാണ്, അതിന്റെ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. പക്ഷേ മനുഷ്യനതിൽ പ്രാതിനിധ്യാവകാശം അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അല്ലേ? അള്ളാഹു തആല മനുഷ്യനെ ഖലീഫയായി ഭൂമിയിലേക്ക് നിയോഗിച്ചു എന്നാ, ഇന്നാ ജഅൽനാക ഖലീഫ. നിങ്ങളെ നമ്മളെ ഖലീഫയായി ഭൂമിയിൽ അള്ളാഹുവിന്റെ പ്രതിനിധിയായിട്ട് നിയോഗിച്ചവരാ. അപ്പൊ അള്ളാഹു തആല ഓരോ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സമ്പത്ത് അള്ളാഹു അനുവദിച്ച വഴിയിലൂടെ, നിർദ്ദേശിച്ച മാർഗത്തിലൂടെ എത്രയും ഒരാൾക്ക് സമ്പാദിക്കാം. കമ്മ്യൂണിസം പറയുന്നത് പോലെ വ്യക്തികൾക്ക് സമ്പാദ്യം പാടില്ല എന്ന ആശയം ഇസ്ലാമിലില്ല. ഏത് വ്യക്തിക്കും ഹലാലായ വഴിയിലൂടെ സമ്പാദിക്കേണ്ട വഴി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സമ്പാദിച്ചു കഴിഞ്ഞാൽ അത് ചെലവഴിക്കേണ്ട മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ട്. എന്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഒരാളുടെ കൈ കൊടുത്തിട്ട് പറയണേ ഇത് ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ ചെയ്യണം, അല്ലേ? അപ്പൊ അല്ലാഹു തആല നമുക്ക് അവന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള അത്താജിറുൽ സ്വദീഖുൽ മസ്ദൂഖ്, അല്ലെ? അങ്ങനൊരു ഹദീസ് ഉണ്ടല്ലോ. സത്യസന്ധനായ ഒരു കച്ചവടക്കാരൻ, അവന് വലിയ പദവിയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഉറപ്പു നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ വിശദീകരിക്കുന്നില്ല കൂടുതൽ. സമ്പത്ത് അള്ളാഹുവിന്റേതാണ്, അത് ഹലാലായ വഴിയിലൂടെ എത്രയും സമ്പാദിക്കാം. പക്ഷേ ഒരു നിശ്ചിത സമ്പത്ത് ഒരു മനുഷ്യന്റെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു നിശ്ചിത വിഹിതം ഉടൻ അവൻ വിതരണം ചെയ്തുകൊള്ളണം. അതിന്റെ കണക്കനുസരിച്ച് ആ നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ അത് വിതരണം ചെയ്തുകൊള്ളണം. അത് പിന്നെ അവന്റെ കയ്യിൽ വെക്കാൻ പാടില്ല, നിർബന്ധമായ. അതുപോലെ തന്നെ ഹബീബ് അവന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 മിനിറ്റ് ആരെങ്കിലും ഒന്ന് വെക്കിലേക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ പോലെ ഒരാൾ പുറത്തു വന്നിരിക്കുന്നു.
വേരി ഉസ്താദിന്റെ നല്ല ക്ലാസ് ആയിരുന്നു. കേൾക്കുന്നില്ലേ സൗണ്ട്? ഓക്കെ, അതെ, സ്ഥിരമായിട്ട് നടക്കുന്ന ക്ലാസ്സാണ്. അൽഹംദുലില്ലാ, വളരെ റാഹത്തുള്ള ക്ലാസ്. അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ഇസ്സത്തും ഹിമ്മത്തും ഏറ്റി നൽകുമാറാവട്ടെ. പിന്നെ ഇന്ന് ഇൻഷാ അല്ലാഹ് വൈകുന്നേരം ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയും മൗലാന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ്, അതുപോലെ തന്നെ പൊന്മുള ഉസ്താദിന്റെ ഒക്കെ നല്ലൊരു ലൈവ് വരാനിരിക്കുന്നുണ്ട്. എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ഉസ്താദിനെ വയ്ക്കണോ? പാലക്കാട് ജില്ലയിലെ കോട്ടോപാടത്ത് നിന്നാണ് ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമയും ഒക്കെ വരുന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുക. നമ്മുടെ പ്രിയപ്പെട്ട കബീർ PP, അതുപോലെ ഞാനൊക്കെ കൂടി പോകുന്നുണ്ട്. അല്ലാഹു ഈ സമയം ഒരു 7 മണിക്കൊക്കെ പ്രതീക്ഷിക്കാം. നമ്മുടെ ഖത്തം 388 ആയിട്ടുണ്ട്. ഇനിയും ഓതിയവരുടെ കണക്കൊക്കെ എത്രയും പെട്ടെന്ന് അതുമായി ബന്ധപ്പെട്ടവരെ അറിയിക്കണം. ഇൻഷാ അല്ലാഹ് നമ്മളെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ വലിയൊരു ദുആ ഒക്കെ നമുക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അൻവരിസ എത്തിയിട്ടുണ്ട്. ഞാൻ മൈക്കോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നല്ല ക്ലാസ് ായിരുന്നു. ഒരു പ്രത്യേക കാര്യം പറയാനാണ്, ഒരു വിവരം പറയണം. എല്ലാം മുഖം പടുത്തു കൊണ്ടിറങ്ങിയതാണ്. ആദ്യം ചിരി ഒന്ന് പൊട്ടലുണ്ടായി. ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, അതിന് ഗുളിക കഴിച്ചതും മാറി. പക്ഷെ പിന്നീട് കണ്ടത് ചിരി പെട്ടെന്ന് 2 ചിരിയും ഭയങ്കര കറുപ്പ് കളറ് വരും. അതിങ്ങനെ തുടച്ച മാഞ്ഞു പോവുകയും ചെയ്യും. അത് അപ്പൊ തന്നെ പിന്നെയും വീണ്ടും ആ കറുപ്പ് കളറ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടറെ അടുത്ത് കാണിച്ചപ്പോ ഒരു 5 ദിവസത്തിന് ഗുളികെല്ലാം കൊടുത്തു. പക്ഷെ അവിടെ ഒന്നും സമാധാനം ആവുന്നില്ല. ഞാൻ കറുപ്പ് ഇങ്ങനെ കൂടി വരികയാണ്. അപ്പൊ അതെന്താന്ന് ഡോക്ടർമാർക്കും പിടി കിട്ടുന്നില്ല. നമ്മള് കുറച്ചു മുമ്പ് നമ്മളൊരു മുത്താലിമിന്റെ അതൊക്കെ കേട്ടു, എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് രോഗമായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന അല്ലാഹുവാണ്, ശിഫയാക്കുന്ന അല്ലാഹുവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. പറയാൻ വേണ്ടിയാണ് മൈക്കെടുത്തത്. ഇന്നിവിടെ പള്ളിയിൽ മെയിൻ്റനൻസ് വർക്ക് 2 മാസമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മൈക്കെടുക്കാനും കഴിയില്ല. ഇപ്പോഴും പണിക്കാർ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ക്ലാസ് റൂമിലുണ്ടാവും, പക്ഷെ മൈക്കെടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. അങ്ങനത്തെ ഒരവസ്ഥ ഏതായാലും 2 ആഴ്ച 3 ആഴ്ച കൂടി തുടർന്നുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെല്ലാം രോഗത്തിൽ കിടക്കുന്നുണ്ടോ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണം. മൈക്കൽ വെച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിമർശനത്തിന്റെ കുത്തുവാക്കുകളും പരിഹാസവാക്കുകളും തിരമാലകളെ പോലെ അലഞ്ഞടിച്ചപ്പോൾ അഹ്ലുസുന്നയുടെ ആശയ ആദർശങ്ങളെ തളരാത്ത പാതയിൽ തകരാത്ത ചിന്തയിൽ തന്റെ ഗുരുവര്യർ പഠിപ്പിച്ച ആശയ ആദർശങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വഹാബികളുടെയും മൗദൂദികളുടെയും വിഘടിത വിഭാഗത്തിന്റെയും വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും കാപ്പട്യങ്ങളെയും ഈ നേരാകുന്ന വജ്രായുധം കൊണ്ട് എതിർത്ത് അറബിക്കടലിന്റെ തിരമാലകളിലേക്ക് വലിച്ചെറിഞ്ഞ് സത്യത്തിന്റെയും സമാധാനത്തിന്റെയും രത്നവാക്കുകൾ
പറഞ്ഞ് ലോകത്തിനു മുന്നിൽ എന്നും നെഞ്ചുവിരിച്ച് മുന്നോട്ട് ഗമിച്ച് പാവങ്ങളുടെയും അനാഥകളുടെയും അഗതികളുടെയും അത്രാണിയായി കാലം തെളിയിച്ച കാലഘട്ടത്തിന്റെ ഇതിഹാസ താരം ആഇദുസ്സമാൻ ഖാദിമുൽ ആസാർ സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദിന്റെയും പണ്ഡിത ശ്രേഷ്ഠാക്കൾക്കിടയിൽ ഒരു സൂര്യ തേജസ്സിനെ പോലെ ജനിച്ചു നിൽക്കുന്ന അറിവിന്റെ നിറകുടം നൂറുൽ ഉലമ ഉസ്താദിന്റെയും അഹ്ലുസുന്നയുടെ അജയ്യനായ ആത്മീയ ആചാര്യൻ സർവാദരണീയൻ സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെയും മലപ്പുറത്തിന്റെ മണ്ണും മനസ്സും ആത്മീയതയ്ക്കൊപ്പമാണെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ തെളിയിച്ച് മലപ്പുറം സ്വലാത്ത് നഗറിൽ ജനലക്ഷങ്ങളെ ഒരുമിച്ച് കൂട്ടി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീത അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ അടക്കുന്നൊരു ഈസിയായില്ലേ വന്നതിന് ശേഷം കിടക്കുന്നൊരു ഈസിയായി പോകും. അപ്പൊ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, എന്താ നമ്മൾ പറഞ്ഞു അവസാനിപ്പിക്കുക? നമ്മൾ പറഞ്ഞ എന്താ അവസാനം? എവിടെ നമ്മൾ എത്തിയിരുന്നത്? അത്താജിർ, അതെ സമ്പത്ത് അല്ലെ, കച്ചവടക്കാരൻ, സത്യസന്ധനായ കച്ചവടക്കാരനെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വലിയ മഹത്വമാണ്, വലിയ പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോ അങ്ങനെ അള്ളാഹു നൽകിയ സമ്പത്ത് അത് നേരായ വഴിയിലൂടെ സമ്പാദിക്കുകയും അള്ളാഹു നിശ്ചയിച്ച വഴിയിലൂടെ ചെലവഴിക്കുകയും ചെയ്താൽ അതിന് ഇൻഷാ അല്ലാഹ് ജിബൽ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞോട്ടെ, ഞാൻ നിർത്തുക. അപ്പോ അതിന് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുന്നു. അപ്പൊ ഓരോ ദിവസവും അല്ലാഹു തആല ആ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ, അല്ലെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ ആ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എല്ലാ ദിവസവും പ്രഭാതത്തിന്റെ പൊൻപുലരി പൊട്ടിവിടരുമ്പോൾ 2 മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ഒരാൾ പറയും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫാ, അല്ലാഹുവേ ചിലവഴിക്കുന്നവന് നീ പകരം ധാരാളം കൊടുക്കണേ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, കൊടുക്കുന്നവർക്ക് വീണ്ടും വീണ്ടും അല്ലേ, വെള്ളം കോരുന്ന കിണറ്റിലെ ഉറവുണ്ടാവുമെന്ന് നമ്മൾ പറയാറുണ്ട്. വെള്ളം ഇങ്ങനെ കോരിക്കൊണ്ടിരുന്നാൽ വീണ്ടും ഉറവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വെള്ളം. അതേ സമയത്ത് കോരാതിരുന്നാലോ അതവിടെ കടന്ന് വെള്ളം കേടുവരും. അങ്ങനെയല്ല, കെട്ടിക്കിടക്കുന്ന വെള്ളം, കോരാതെ ഉപയോഗിക്കാതെ കിടക്കുന്ന വെള്ളം കാലക്രമേണ അത് കേടുവരും. അതുപോലെ തന്നെയാണ് നമ്മുടെ സമ്പത്തും സുഹൃത്തുക്കളെ. വരുന്ന വഴി അതനുസരിച്ച് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരുന്നാൽ പുതിയത് വന്നുകൊണ്ടിരിക്കും, ഉള്ള സമ്പത്ത് സംശുദ്ധമായി കൊണ്ടിരിക്കും. അതേ സമയത്ത് അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലമും അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫാ, കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവന് നീ നാശം നൽകണേ എന്നും മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ 2 കൂട്ടർക്കും പ്രാർത്ഥന നടക്കുകയാണ്. അപ്പൊ അതിൽ ഏത് വിഭാഗത്തിൽ നമ്മൾ പെടണം? അല്ലാഹു തആല കഴിവനുസരിച്ച് ചെലവഴിക്കാനുള്ള നല്ല മനസ്സും തൗഫീഖും അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. ഈ ചെലവഴിക്കാൻ ധാരാളം വഴിയുണ്ട് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഓരോരുത്തർക്കും ഓരോരോ കഴിവ്. നമ്മൾ ചെലവഴിക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ എത്രത്തോളം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നതും വലിയ പുണ്യം തന്നെയാണ്. അള്ളാഹുവിന്റെ പൊരുത്തം കാക്ഷിച്ച്, അവന്റെ തൃപ്തി കാക്ഷിച്ച്, അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവെ നീ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്റെ കുടുംബത്തിന്, എന്റെ ഭാര്യയ്ക്ക്, എന്റെ മക്കൾക്ക് സന്തോഷകരമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുക, അവർക്ക് വസ്ത്രം കൊടുക്കുക, അവർക്ക് ആവശ്യമായ രീതിയിൽ അവരെ സംരക്ഷിക്കുക. അതൊക്കെ തീർച്ചയായും ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം തന്നെയാണ്. അതല്ലാതെ ചില ആളുകളുണ്ട് കുടുംബം തീരെ നോക്കൂല, ഭയങ്കര സ്വതക്കയായിരിക്കും, ആളുകൾ അറിയാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി പബ്ലിക്കിൽ, പക്ഷെ വീട്ടിലെ കാര്യം വലിയ പോക്ക. അങ്ങനെ എത്രയോ വിഷയങ്ങളുണ്ടാവും, അത് പാടില്ല. ഏറ്റവും പ്രധാനം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ സംരക്ഷണം, നമ്മുടെ ബാധ്യത, നിർബന്ധ ബാധ്യത. അതിനുശേഷം മറ്റുള്ള വഴികളിലേക്കൊക്കെ കഴിയും പോലെ കൊടുക്കുക. അത് ചെറുതാണെങ്കിൽ ചെറിയവർ ചെറിയ പോലെ, വലിയവർ വലിയ പോലെ. അതിനോട് ചേർന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഇത്തഖുന്നാറ വലൗ ബിശഖി തംറ. ഇത്തഖുന്നാറ വലൗ ബിശഖി തംറ. ഒരു കാരക്കയുടെ കീറുകൊണ്ട്, ഒരു കാരക്കയുടെ കഷ്ണം, ഒരു കാരക്ക 2 3 ആയിട്ട് കീറുകയില്ല. അങ്ങനെ ആ ഷിക്ക് തംറ, കാരക്കയുടെ ഒരു കഷ്ണം കൊണ്ടാണെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. അപ്പോ ചിലപ്പോൾ ഒരുപക്ഷെ നരകാഗ്നിയിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നത് ആ ഒരു സ്വതക്കയാകും. ഒരു സംഭവം ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ, ഒരു സംഭവം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സ്ത്രീയുടെ കഥ. ഒരു പാവപ്പെട്ട മിസ്കീനത്തായ സാധുവായ ഒരു സ്ത്രീ ഒരിക്കൽ ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തനിക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം തന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഒരു ദിവസം ഒരു അത്ഭുതം, ഒരു സംഭവം. എന്താണ്? നബിതങ്ങൾ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, യാ റസൂലല്ലാഹ്, പ്രിയപ്പെട്ട ഭർത്താവായ ഹബീബായ നബിതങ്ങൾ വിളിച്ചിട്ട് പറയുന്നു, ഇന്ന് എന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവം ഉണ്ടായി, എനിക്കത് മറക്കാൻ കഴിയുന്നില്ല. ഒരു പാവപ്പെട്ട സ്ത്രീ എന്റെ വീട്ടിലേക്ക് വന്നു, എന്റെ അടുക്കലേക്ക് വന്നു. അതെ, ഒരുമ്മ
രണ്ട് കൈയിലും രണ്ട് കൈക്കുഞ്ഞുങ്ങളുണ്ട്, പാവപ്പെട്ട രണ്ട് കൈക്കുഞ്ഞുങ്ങൾ, രണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾ. 2-3 പേരും വിശന്നാണ് വരുന്നത്. ഉമ്മക്ക് വിശപ്പുണ്ട്, മക്കൾക്കും വിശപ്പുണ്ട്. എന്തെങ്കിലും ഭക്ഷണം തേടി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നപ്പോ ആകെ അവിടെ ഉണ്ടായിരുന്നത് 3 കാരക്കയാണ്. ആകെ അന്നത്തെ അങ്ങനെയാണല്ലോ, 3 കാരക്കയാണ് അവിടെ ഉണ്ടായിരുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒന്നുപോലും ബാക്കി വെക്കാതെ 3 എടുത്ത് ആ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഉമ്മ ചെയ്തത് എന്താണെന്ന് അറിയോ സുഹൃത്തുക്കളെ? ഉമ്മ ചെയ്തത് ആദ്യം ആ 2 കാരക്ക ഓരോന്നും എടുത്ത് 2 മക്കളുടെയും വായിലേക്ക് അല്പാൽപമായി കീറി വെച്ചു കൊടുത്തു. കാരണം മക്കളുടെ വിശപ്പറിയാം ഉമ്മക്ക്. ഉമ്മ വിശന്നാലും മക്കൾ വിശക്കരുതെന്നാണ് ഉമ്മയുടെ ആഗ്രഹം. അവർക്ക് കിട്ടിയ സ്വതക്ക, അതും സ്വതക്ക ചെയ്യാണ്. വേണമെങ്കിൽ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാതെ ഒരു വെകടി പിടിച്ച് തള്ളയാണെങ്കിൽ അത് 3 പേരെ തിന്നാം. മക്കളിപ്പോ തിന്നണം, ഞാനിപ്പോ തിന്നട്ടെ, എന്റെ വിശപ്പ് മാറട്ടെ എന്ന് കരുതിയാലോ? അപ്പൊ കിട്ടിയത് കൊണ്ട് വീണ്ടും അവർ സ്വതക്കയാണ്, അതും ഒരു സ്വതക്ക തന്നെയാണ്. ആ 2 കുഞ്ഞു മക്കളുടെയും വായിലേക്ക് ആ കാരക്ക ഈത്തപ്പഴം പകുത്ത് കീറി 2 പേർക്കും വായിൽ വെച്ചു കൊടുത്തു. 3ാമത് അവശേഷിക്കുന്ന കാരക്ക വിശന്നു വലഞ്ഞ ആ പാവപ്പെട്ട സ്ത്രീ, ആ ഉമ്മ അവരുടെ വായിലേക്ക് വെക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ 2 കൈയിലും തോളിലിരിക്കുന്ന കുഞ്ഞുങ്ങൾ സുഹൃത്തുക്കളെ ആ കാരക്കയിൽ കയറി പിടിക്കുകയാണ്. അവരുടെ ഓഹരി 2 പേരും തിന്നു. പക്ഷേ ആ കുട്ടികൾക്ക് വിശപ്പ് മാറിയില്ല. കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ ഞങ്ങളുടെ ഉമ്മയും ഇതുപോലെ വിശക്കുന്നുണ്ട്, ഉമ്മയുടെ ഓഹരിയാണെന്ന് അവർക്കറിയില്ല. ആ 2 പിഞ്ചുമക്കളും ഉമ്മ തിന്നാൻ വേണ്ടി വായിലേക്ക് വെക്കാൻ പോയ കാരക്കയിൽ കയറി പിടിച്ചപ്പോ ആ മാതൃഹൃദയം വെമ്പൽ കൊള്ളുകയാണ്, വിതുമ്പുകയാണ്. അവരെന്ത് ചെയ്തു? ഞാൻ വിശന്നാലും എന്റെ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറട്ടെ എന്ന് കരുതി ആ 3ാമത്തെ കാരക്കയും നീതി പാലിച്ചു. അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം, ഏതെങ്കിലും ഒന്നിന്റെ വായിൽ വെച്ചു കൊടുക്കുകയല്ല ചെയ്തത്. ആ കാരക്കയും 2ആയി പകുത്തിട്ട് പപ്പാതി വീതം 2 കുഞ്ഞുങ്ങളുടെയും വായിലേക്ക് വെച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, 2 കുഞ്ഞുങ്ങളുടെയും വായിലേക്ക് വെച്ചു കൊടുത്തു. ആ കുഞ്ഞുങ്ങൾ സന്തോഷത്തോടെ അത് തിന്നു. ഈ സംഭവം മുഴുവനും ബീവി ആയിഷ റളിയല്ലാഹു തആല അൻഹ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. തന്റെ ഹൃദയത്തിൽ വല്ലാതെ സ്വാധീനിച്ചു അത്. പ്രിയപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ വന്നപ്പോൾ ആ സംഭവം വിശദീകരിച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് അത് കേട്ടിട്ട് പറഞ്ഞു, വജബത്ത് ലഹൽ ജന്ന, വജബത്ത് ലഹൽ ജന്ന, അവർക്ക് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. അവരെങ്ങനെയുള്ള സ്ത്രീയാണ്? മറ്റുള്ള ഒന്നും അന്വേഷിച്ചില്ല, അവർ ചെയ്ത ഈ ഒരൊറ്റ കാരണം കൊണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അതേ ഉള്ളൂ. ഉള്ളതനുസരിച്ച്, അല്ലാഹുവാണല്ലോ തരുന്നവൻ, റബ്ബിനറിയാം. അത് ഓരോരുത്തരും അവരവരുടെ ഉള്ളതനുസരിച്ച് അർഹതപ്പെട്ട ഓരോ മേഖലയിലേക്കും കഴിയുന്നതനുസരിച്ച്, കുടുംബത്തിലായാലും അയൽവാസികളായാലും പാവപ്പെട്ടവരായാലും ഓരോ മേഖലയിൽ അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ആരും അറിയാതെ, നമ്മൾ ഉദ്ദേശിക്കും പോലെയല്ല, സാധാരണ ഇരുകൈ അറിയാതെ സഹായിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇപ്പൊ ഈ അടുത്ത് മിനിഞ്ഞാന്ന് എനിക്ക് തോന്നുന്നത് മർക്കസിൽ നടന്ന പരിപാടിയിലാണെന്ന് തോന്നുന്നു, എം.എ. ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ അനുസ്മരിച്ചപ്പോൾ ഒരു സംഭവം പറയുന്നത് കേട്ടിട്ട്. പഴയ കാലത്ത്, എം.എ. ഉസ്താദിന്റെയൊക്കെ ആദ്യകാലത്ത്, അന്ന് മഹാനായ എം.എ. ഉസ്താദ് നവറല്ലാഹു മർഖദഹു അവിടുന്ന് ഖുവത്തുൽ ഇസ്ലാം അറബി കോളേജിൽ മുദരിസായി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾക്ക് 60 രൂപയാണ് അന്ന് ശമ്പളം. ഇന്നത്തെ പോലെയൊന്നും അല്ലല്ലോ. അന്നത്തെ വളരെ ദാരിദ്ര്യം നിറഞ്ഞ വളരെ ഇടുങ്ങിയ ജീവിതമാണ്. എല്ലാവരും, വലിയ വിശാലതയൊന്നും ആർക്കുമില്ല. എല്ലാവരും വളരെ വളരെ ഇടുങ്ങിയ ജീവിതമാണ് നയിക്കുന്നത്, ഭക്ഷണത്തിന്റെയും മറ്റു വിഷയത്തിലൊക്കെ. അപ്പൊ അന്ന് 60 രൂപ ശമ്പളത്തിനാണ് മഹാനവറുകൾ ജോലി ചെയ്യുന്നത്. പക്ഷെ അന്നും സുഹൃത്തുക്കളെ നമുക്കറിയാം, ഇന്ന് നമ്മൾ പത്രം എടുത്തു നോക്കിയാല് ഓരോ ദിവസവും പത്രങ്ങളിൽ, പ്രത്യേകിച്ച് റമദാനൊക്കെ ആകുമ്പോ എല്ലാ ദിവസവും പത്രങ്ങളിൽ പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ദാരുണമായ ദുരന്ത വാർത്തകൾ പത്രങ്ങളിൽ വരാറുണ്ട്, അല്ലേ? സുഖമില്ലാതെ രോഗികളായ ആളുകൾ, പെൺമക്കളെ കെട്ടിക്കാൻ വേണ്ടി വിഷമിക്കുന്നവർ, വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ, ഇങ്ങനെ പലരുടെയും ഫീച്ചറുകൾ, പലരുടെയും ദാരുണമായ അഭ്യർത്ഥനകൾ പത്രങ്ങളിൽ വരാറുണ്ട്. ആരോടും പ്രത്യേകിച്ച് നേരിട്ട് നമുക്ക് ആർക്കും ഒരു കടപ്പാടുമില്ല, നമ്മളൊക്കെ വായിച്ചു വിടുന്നുണ്ട്, നമ്മൾ ആരും ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ അങ്ങനെ പത്രങ്ങളിൽ വരുന്ന സാധുക്കളായ ആളുകൾക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള വാർത്തകൾ വായിച്ചിട്ട് അവരുടെ അഡ്രസ്സ് ശേഖരിച്ച് അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ നോക്കി മഹാനായ എം.എ. ഉസ്താദ് അന്നും കഴിയുന്ന രീതിയിൽ അവർക്കൊക്കെ മണി ഓർഡർ അയക്കുമായിരുന്നു. കണ്ടോ, അതാണ് ഏകാന്ത പ്രവർത്തനം. ആരും അറിയുന്നില്ല, ഒരു പബ്ലിസിറ്റി ഇല്ല. ഇന്നിപ്പോ എന്തെങ്കിലും നടത്തിയാൽ നമ്മൾ ഉടനെ തന്നെ ഫോട്ടോഗ്രാഫറെ വിളിച്ച്, അല്ലെ, ക്യാമറമാനെ വിളിച്ച് അതിങ്ങനെ കൊടുത്ത് സുബ്ഹാനല്ലാഹ് പത്രങ്ങളിൽ വന്നു, ഫേസ്ബുക്കിൽ വന്നു, വാട്സപ്പിൽ അടിപൊളി എന്തൊക്കെയാ സുബ്ഹാനല്ലാഹ്. അതൊന്നുമില്ല. അതാണ് ഇഖ്ലാസ്, അതാണ് പ്രവർത്തനം. ഇന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ആരും അറിയാതെ, ഇരുകൈ അറിയാതെ, വലത്തെ കൈ കൊണ്ട് കൊടുക്കുന്ന ഇടത്തെ കൈ അറിയാതെ. അതാണ് അതിന്റെ സ്വതക്കയുടെ യഥാർത്ഥ രൂപം. അങ്ങനെ ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ ചില വിഷയത്തിലൊക്കെ നമ്മുടെ പബ്ലിസിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് സംഘടനാപരമായ വിഷയങ്ങളിലൊക്കെ. എന്തിനാ? അത് ജനങ്ങളെ ബോധിപ്പിക്കേണ്ട വിഷയമാണ്. മാത്രമല്ല അത് കണ്ടിട്ട് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് സഹായം നമുക്ക് കിട്ടണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി അത് ചെയ്യേണ്ട സ്ഥലത്ത് ചെയ്യുന്നുണ്ട്, അത് നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അതേ സമയത്ത് ഏകാന്തം നമ്മൾ ചെയ്യുന്ന
ചില പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ ഏകമായി ചെയ്യുന്ന നമ്മുടേതായ ചില വിഷയങ്ങൾ, അതിലും നമ്മൾ പബ്ലിസിറ്റി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരും അറിയാതെ പാവങ്ങളായ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ എത്രയോ ആളുകൾ വിഷമിച്ച് കഴിയുന്നവരുണ്ട്, നമ്മുടെ അറിവിൽ എത്ര ആളുകളുണ്ട്, നമ്മെ തേടി എത്തുന്ന എത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ കൊടുത്താൽ തീർച്ചയായും അതിന് പകരം കിട്ടും. അപ്പൊ അതാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്, ഇത്തഖുന്നാറ വലൗ ബിശഖ്ഖി തംറ, ഒരു കാരക്കയുടെ കീറുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ 2 ഹദീസാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. ഒന്ന് സാമ്പത്തുമായി ബന്ധപ്പെട്ടത്, മറ്റൊന്ന് അമലുമായി ബന്ധപ്പെട്ടത്. അല്ലെ, രണ്ടും വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഇതിപ്പോ പറയുമ്പോൾ നമ്മൾ ആരും പേടിക്കൊന്നും വേണ്ട, നമ്മളെ കണ്ട് കഴിയുന്ന രീതിയിൽ ചെയ്താൽ മതി. ആദ്യം നമ്മൾ പറഞ്ഞ തസ്ബീഹിന്റെ കാര്യവും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ചെറുതാണെങ്കിലും ലളിതമാണെങ്കിലും പക്ഷേ നമുക്കതിന്റെ ഫീഡ്ബാക്ക്, അതിന്റെ പ്രതിഫലം വളരെ വലുതാണ് എന്ന് ആ ഹദീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ജീവിതത്തിൽ പകർത്തി അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യം കരസ്ഥമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ അജ്മൽ മടവൂരിൽ ഇന്നലെ നടന്ന നമ്മുടെ വാട്സപ്പ് പ്രോഗ്രാം അബൂ റയ്യാൻ ഉസ്താദിന്റെ റേഡിയോ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി രാത്രി സമയത്ത് ഇന്നലെ നടത്തിയിരുന്നു. അത് രാത്രി സമയത്ത് കേൾക്കാൻ കഴിയാതിരുന്ന ആളുകൾ ഉണ്ടാകും, ഒരു പക്ഷേ അവർക്ക് വേണ്ടി അത് പ്ലേ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. ലൈവ് പ്രോഗ്രാം ആരും ഒന്നുമില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അജ്മൽ മൈക്കിലേക്ക് വരും. ഉസ്താദുമാര് അഡ്മിന്മാരാരെങ്കിലും ലൈവ് ഉള്ളവരുണ്ടെങ്കിൽ അവർക്കെടുക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടി നല്ല ഫലപ്രദമായ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് രാത്രി കേൾക്കാൻ കഴിയാത്ത ആളുകൾക്കൊക്കെ അത് കേൾക്കാം, ഉപകാരപ്പെടും. അല്ലെ, ഇൻഷാ അല്ലാഹ് അത് തന്നെ ആയിക്കോട്ടെ. അതെ. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ അജ്മൽ മടവൂരി മൈക്കിലേക്ക് വരും. അല്ലാഹു തആല എല്ലാത്തിനും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാവരോടും ദുആ വസിയത്തോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അതുകൊണ്ട് തൽക്കാലം ഇന്നത്തേക്ക് മാറ്റിവെച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരായ ശ്രോതാക്കളോട് എല്ലാവരോടും ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണെങ്കിലും, പക്ഷേ അത്തരം ചോദ്യങ്ങളിൽ പലവർക്കും സംശയാലുക്കളാണ്. അതിന് മറുപടി കേൾക്കുമ്പോൾ പലവർക്കും ഉപകരിക്കുന്ന, പ്രത്യേകിച്ച് ഒരു ചോദ്യത്തിൽ സാന്ദർഭികമായി അറിയേണ്ട, മനസ്സിലാക്കേണ്ട വിഷയങ്ങളിലേക്കും സാധാരണ ഇറങ്ങിച്ചെല്ലാറുണ്ട്. ആ നിലക്ക് ഒരു പതനാർഹമായ ഒരു പ്രോഗ്രാം തന്നെയാണ് ഈ ചോദ്യോത്തര വേദി എന്ന് പ്രത്യേകമായി അറിയിച്ച്, പരിശുദ്ധമായ വിജ്ഞാനത്തിന്റെ സദസ്സ് ബറക്കത്തുള്ളതാണ്. പ്രത്യേകിച്ച് ഫിഖ്ഹിയായ മസ്അലകൾ ചർച്ച ചെയ്യുന്ന സദസ്സിൽ അല്പസമയം ഇരിക്കുക എന്നുള്ളത് 60 കൊല്ലം സുന്നത്ത് നിസ്കരിച്ചതിനേക്കാൾ പ്രതിഫലമാണെന്ന് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് ഇടക്കിടക്ക് ഉണർത്തുന്നത് പോലെ സാന്ദർഭികമായി ഈ സമയത്തും ഞാൻ ഉണർത്തുകയാണ്. അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ ദൈനംദിനം ഇബാദത്തുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പല അപാകതകളും കാരണം നമ്മൾ ചെയ്യുന്ന അമലുകൾ സഹീഹാവാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുകയും ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ആയിട്ടില്ല എന്ന് തോന്നുന്നവർക്ക് വീണ്ടും അത് അറിയിക്കാം. അതുപോലെ തന്നെ എന്റെ ചോദ്യം അയക്കുന്ന റേഡിയോ ശ്രോതാക്കളോട് പ്രത്യേകിച്ച് ഇടക്കിടക്ക് ഉണർത്തുന്നത് പോലെ, ചോദ്യങ്ങൾ ഒരു നാട്ടുവർത്തമാനം പറയുന്നത് പോലെ കുറേ സമയം എന്തൊക്കെയോ നിന്ന് വിശദീകരിക്കും. നിങ്ങൾക്കൊരു വലിയ സംശയമായിരിക്കും. പക്ഷേ നിങ്ങളുടെ വിശദീകരണങ്ങൾ വലിയ ഒരു ചോദ്യമാകുമ്പോൾ എന്താണ് ഈ ചോദ്യത്തിന്റെ ആകത്തുക എന്നറിയാത്ത സാഹചര്യം കാരണം പലപ്പോഴും പല ചോദ്യങ്ങളും ഒഴിവാക്കേണ്ടതായി വരുന്നുണ്ട്. ചിലത് തീരെ ശബ്ദമില്ലാത്തതിന്റെ പേരിലും അപശബ്ദങ്ങൾ കടന്നു വരുന്നതിന്റെ പേരിലൊക്കെയും പലപ്പോഴും പല ചോദ്യങ്ങളും ഒഴിവാക്കേണ്ടതായി വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അയച്ച ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല എന്ന പരാതി ഉണ്ടാവരുത്. ചോദ്യം അയക്കുന്നവർ അത്തരം കാര്യങ്ങളൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തി, അല്ലാഹു തആല നമ്മുടെ ഈ മഹത്തായ പ്രോഗ്രാമിനെ പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഉപകരിക്കുന്ന ഒരു പരിപാടിയാക്കി അള്ളാഹു മാറ്റി പെരുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ചോദ്യം പ്ലേ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട KMIC അഡ്മിനിയും പ്രവർത്തകരുമായ അബു അമീനിലേക്ക് മൈക്ക് കൈമാറുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും
ഞാൻ KMIC-യുടെ ഒരു റേഡിയോ ശ്രോതാവാണ്. KMIC-യെ കൊണ്ട് നമുക്ക് ദീനിയായ ഒരുപാട് ഉപകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ KMIC-യുടെ എല്ലാ പ്രവർത്തകർക്കും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സന്തോഷം നൽകുമാറാകട്ടെ. എനിക്ക് ചോദിക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ ഖബർ കുഴിക്കുന്ന സമയത്ത് ആ ഖബർ ഇത്ര മുളം ഉണ്ടായിരിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ആ ഖബറിൽ 2 സെക്ഷനായിട്ടാണ് ഞാൻ കുഴിക്കാറുള്ളത്. ഒന്ന് വിശാലമായി കുഴിച്ച് അതിന്റെ ഉള്ളിൽ മയ്യത്തിനെ വെക്കാനുള്ളതായ ചെറിയൊരു കുർസായ ഒരു കുഴിയാണ്. ആ കുർസായ കുഴി എത്ര മുളം ഉണ്ടാകണം എന്നോ അഥവാ അത് കുറച്ചും കൂടി വലുതായാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് അറിയാനാണ് ആഗ്രഹം. ഒന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. വളരെ സാന്ദർഭികമായ ഒരു കാലോചിതമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ചോദ്യം ചോദിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് പല സ്ഥലങ്ങളിലും മുങ്കർ നക്കീർ അലൈഹിസ്സലാം ചോദ്യം ചെയ്യാൻ വരുന്ന സമയത്ത് മയ്യത്തിന് എഴുന്നേറ്റ് ഇരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ആ കീക്കബർ അഥവാ താഴ്ക്കബർ ആഴം കൂട്ടുന്ന ഒരു അന്ധവിശ്വാസം, ഒരു കാര്യം നടന്നു വരുന്നുണ്ട്. അത് വാസ്തവത്തിൽ ഒരു വിവരമില്ലായ്മയോ അന്ധവിശ്വാസമോ ആണ്. പല നാടുകളിലുമുണ്ട്. പ്രത്യേകിച്ച് പ്രായമായ ചില കാരണവന്മാരിൽ, വിവരമില്ലാത്ത ചില കുയ്യമുക്കിരിമാരിൽ അങ്ങനെ ഒരു ധാരണയുണ്ട്. അതായത് ഈ മയ്യത്തിനെ ഖബറിൽ വെച്ച് മൂടപ്പെട്ട് കഴിഞ്ഞാൽ മുങ്കർ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ വരും. ഈ മലക്കുകൾ വരുമ്പോൾ അവരെ ഈ മയ്യത്തിനെ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ഈ മയ്യത്തിനെ ഇരുത്തും. അപ്പൊ മയ്യത്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ തല തടയാതിരിക്കാൻ വേണ്ടി താഴ്ക്കബർ അഥവാ കീക്കബർ അല്പം ആഴം കൂട്ടുന്ന ഒരു സാഹചര്യം പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നു. അത് ആരുടെയെങ്കിലും മഹല്ലത്തിലോ അല്ലെങ്കിൽ അത്തരം ഒരു കാര്യം ഏതെങ്കിലും ഭാഗങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്താൻ കൂടി ഈ ചോദ്യത്തിന്റെ ഉത്തരം ഉപകരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഖബറുമായി ബന്ധപ്പെട്ട ഖബറിന്റെ ആഴത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് ഉള്ളത്. വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, ഖബർ കുഴിക്കുമ്പോ അതിന്റെ ഏറ്റവും ചുരുങ്ങിയ രൂപവുമുണ്ട്, ഏറ്റവും അഫ്ളലായ അഥവാ അക്മലായ പരിപൂർണമായ രൂപവുമുണ്ട്. ഒരു മയ്യത്തിനെ ഖബറടക്കുമ്പോൾ അതിൽ ഏറ്റവും ചുരുങ്ങിയ രൂപം മയ്യത്തിന്റെ ദേഹത്തിലേക്ക് മണ്ണു വീഴാത്ത രൂപത്തിൽ പലകയോ പോലത്തെ വസ്തുക്കൾ വെച്ച് ആ മയ്യത്ത് നശിച്ചാൽ ദുർഗന്ധം പുറത്തേക്ക് അടിക്കാത്ത രൂപത്തിലും പിരിമൃഗങ്ങൾ മാന്തല്ലത്വത്വം രക്ഷപ്പെടുന്ന രൂപത്തിലുള്ള ഒരു കുഴിയിൽ ഖബറടക്കലാണ് ഏറ്റവും ചുരുങ്ങിയ രൂപം. മറിച്ച് ഏറ്റവും പരിപൂർണമായ രൂപം 4.5 മുഴം ആഴം. ആകെ ഖബറിന്റെ കീക്കബറും മേക്കബറും കൂട്ടിച്ച് 4.5 മുഴം ആഴം അഥവാ ഒരു ആളും കയ്യും എന്ന് സാധാരണഗതിയിൽ അതിന് പറയാറുണ്ട്. അഥവാ വല്ലാതെ നീളം കൂടിയ ആളുമല്ല, എന്നാൽ വളരെ കുട്ടിക്കുറുദാസ് എന്നൊക്കെ ചിലവർ സാധാരണക്കാർ പറയുന്നത് പോലെ നീളം കുറഞ്ഞ ആളുമല്ലാത്ത ഒരു മധ്യ നിലയിലുള്ള ഒരു സാധാരണ ആള് നിന്ന് കൈ ഉയർത്തിയാൽ ഉള്ള ആഴം എത്രയാണോ അതിനാണ് ഒരാളും കയ്യും ഉയരം. കാമത്തം വ ബസ്തത്തൻ എന്നൊക്കെയും ഫിഖിഹിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അത്രയുമുള്ള ആഴമുള്ള ഒരു ഖബറിലാണ് മയ്യത്തിനെ ഖബറടക്കേണ്ടത്. പിന്നെ മയ്യത്ത് ഖബർ അല്പം വിശാലമാകുക എന്നതുകൊണ്ട് ഉദ്ദേശം മയ്യത്തിന് സുഖമായി കിടക്കാനുള്ള വിശാലതയല്ല. മയ്യത്തിന് ഖബറിലുള്ള വിശാലത അത് നമ്മുടെ പരിധിയിൽ പെട്ടതല്ല. പിന്നെ ഖബർ വിശാലമാകുക എന്നതുകൊണ്ട് ഉദ്ദേശം ഈ മയ്യത്ത് ഖബറടക്കുന്നവർക്ക് മയ്യത്ത് ഖബറിലേക്ക് ഇറങ്ങി നിന്ന് ആ മയ്യത്തിനെ ഖബറടക്കാനുള്ള സൗകര്യപ്രദമായ രൂപത്തിലുള്ള ഒരു വിശാലത എന്നേ അതിന് അർത്ഥമുള്ളൂ. സാന്ദർഭികമായി
ഖബർ കുഴിക്കുന്ന സമയത്ത് പ്രത്യേകമായി ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. മയ്യത്തിന്റെ തലയുടെ ഭാഗത്തും അതുപോലെ തന്നെ കാലിന്റെ ഭാഗത്തും മധ്യഭാഗത്തേക്കാൾ അല്പം വിശാലത ഉണ്ടാവൽ പ്രത്യേകമായി സുന്നത്താണ്. കാരണം മയ്യത്തിനെ ഖബറിൽ കിടത്തുമ്പോൾ യഥാർത്ഥമായിട്ട് കിടത്തേണ്ടത് വലഭാഗത്തിന്റെ മേൽ ചരിച്ച് മയ്യത്തിന്റെ മുഖവും മയ്യത്തിന്റെ 2 ചെരിപ്പതിക്കാലിന്റെ ഉൾഭാഗവും പടിഞ്ഞാറ് ചുമരിലേക്ക് ചാരി ചേർത്തി വെച്ചും കൊണ്ടാണ് മയ്യത്ത് ഖബർ അടക്കേണ്ടത്. അപ്പൊ ആ സൗകര്യാർത്ഥം കാലിന്റെ ഭാഗവും തലയുടെ ഭാഗവും മധ്യഭാഗത്തേക്കാൾ അല്പം വിശാലത ഉണ്ടാവൽ പ്രത്യേകമായി സുന്നത്താണ് എന്ന് പ്രത്യേകമായി മനസ്സിലാക്കുക. ഇനി തായ്ക്കബറിന്റെ ആയം എത്രയാണെന്ന്, തായ്ക്കബർ അഥവാ ചില സ്ഥലങ്ങളിൽ തായ്ക്കബർ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ കീക്കബർ എന്നും പറയും. അദ്ദേഹം ചോദ്യകർത്താവ് പറഞ്ഞതുപോലെ നമ്മളൊക്കെയും നമ്മുടെ നാടുകളിൽ കാണുന്നത് പോലെ 2 സെക്ഷനായിട്ടാണ് ഖബറുള്ളത്, മേക്കബറും കീക്കബറും. ഈ കീക്കബറ് വല്ലാതെ ആയം കൂട്ടുക എന്നുള്ളത് മയ്യത്തിനെ മറമാടാൻ അസൗകര്യമായി തീരും. മയ്യത്തിനെ മറമാറുന്നവരൊക്കെ കണ്ട പലവരും ഉണ്ടാവും. കാരണം മയ്യത്തിനെ ഖബറിലേക്ക് ഇറക്കി വെച്ച് കീക്കബറിന്റെ 2 വക്കിൽ കാല് കുത്തി മുട്ടിൻകാല് കുത്തി കുമ്പിട്ട് നിന്നും കൊണ്ടൊക്കെയാണ് മയ്യത്തിനെ ഖബറടക്കാറുള്ളത്. അപ്പൊ ഈ തായ്ക്കബറ് വല്ലാതെ ആയം കൂടിയാൽ ഏത് അന്ധവിശ്വാസത്തിന്റെ മേൽ മുങ്കൽ നക്കീർ എന്ന് പറയുന്ന 2 മലക്കുകൾ വരുമ്പോൾ മയ്യത്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ ഈ 3 കല്ലുമേൽ മയ്യത്തിന്റെ തല മുട്ടാതിരിക്കാൻ വേണ്ടി ഈ ഉള്ളൻ ഖബറ് അല്ലെങ്കിൽ തായ്ക്കബറ് അല്ലെങ്കിൽ കീക്കബറ് ആയം കൂട്ടിയാൽ അത് മയ്യത്തിനെ ഖബറടക്കാൻ വളരെ പ്രയാസകരമായി തീരും. അപ്പൊ അതുകൊണ്ട് ബുജൈരിനി പോലത്തെ ഫിഖിന്റെ ഗ്രന്ഥങ്ങളെല്ലാം തായ്ക്കബറിന്റെ ആയം പറയുന്നത് ഈ തായ്ക്കബറിലേക്ക് മയ്യത്ത് വെച്ചാൽ ഈ മയ്യത്തിനെ മൂടുന്ന രൂപത്തിൽ, അഥവാ തായ്ക്കബറിനേക്കാൾ മയ്യത്ത് പൊന്തി നിൽക്കരുത്, കുറച്ചിട്ടാണ് മയ്യത്തിന്റെ ദേഹത്തേക്ക് ഖബറിലേക്ക് വാരിടുന്ന മണ്ണ് മയ്യത്തിന്റെ ദേഹത്തിലേക്ക് ആവാതിരിക്കാൻ വേണ്ടി വെക്കുന്ന പലക അതല്ലെങ്കിൽ മൂടുകല്ല് പോലോത്തത് മയ്യത്തിനെ തൊടാത്ത രൂപത്തിൽ പ്രത്യേക എല്ലാവരും അവനവന്റെ മഹല്ലത്തുകളിലൊക്കെയും ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തായ്ക്കബറി എത്തിക്കേണ്ടതുണ്ട്. പല അന്ധവിശ്വാസങ്ങളും തായ്ക്കബറിൽ നടക്കുന്നുണ്ട്, അതെല്ലാം തിരുത്തേണ്ടതാകുന്നു. അപ്പൊ മയ്യത്തിന്റെ ദേഹത്തിലേക്ക് മണ്ണ് തട്ടലിന് വിലങ്ങുന്ന രൂപത്തിലുള്ള പലക വെക്കുമല്ലോ, അല്ലെങ്കിൽ മൂടുകല്ല് പോലോത്തത്, അത് മയ്യത്തിന്റെ ശരീരത്തിൽ തൊടാത്ത രൂപത്തിലുള്ള ഒരു താഴ്ചയെ ഏതിനാവശ്യമുള്ളൂ? തായ്ക്കബറിന് ആവശ്യമുള്ളൂ. അതല്ലാതെ അമിതമായ ആയം കൂട്ടിയാൽ അത് മയ്യത്തിനെ ഖബറിൽ ചരിച്ചു കിടത്താനും വേണ്ടതുപോലെ ആ മയ്യത്തിനെ ഖബറടക്കം നടത്താനൊക്കെയും ആ ഖബറടക്കുന്നവർക്ക് പ്രയാസകരമായി തീരും. ഒന്നുകൂടി ഞാൻ പറയുന്നു, മുങ്കൽ നക്കീർ അലൈഹിമുസ്സലാം എന്ന് പറയുന്ന 2 മലക്കുകൾ വരുമ്പോൾ മയ്യത്ത് എഴുന്നേറ്റിരിക്കുമ്പോൾ തല തടയാതിരിക്കാൻ വേണ്ടി മയ്യത്തായം തായ്ക്കബറ് ആയം കൂട്ടുക എന്നുള്ളത് ഒരിക്കലും ശരിയുള്ളതല്ല. അതുകൊണ്ട് തായ്ക്കബറിന്റെ ആയം മയ്യത്തിനെ മൂടുന്ന രൂപത്തിൽ മയ്യത്തിന്റെ ദേഹത്തിലേക്ക് ഖബറിലേക്കിടുന്ന മണ്ണ് മയ്യത്തിന്റെ ദേഹത്തിലേക്ക് വീഴാതിരിക്കാൻ തടസ്സമായി വെക്കുന്ന പലക മൂടുകല്ല് പോലോത്തത് മയ്യത്തിന്റെ ശരീരത്തെ തൊടാത്ത രൂപത്തിലാണ് തായ്ക്കബറിന്റെ ആയം കണക്കാക്കേണ്ടത് എന്ന് ബുജൈലിനി പോലോത്ത ഫിഖിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അല്ലാഹു തആല ആ ഖബർ ജീവിതം സന്തോഷകരമാക്കി തീർക്കുമാറാവട്ടെ. സാന്ദർഭികമായി നമ്മളൊക്കെയും അഭിമുഖീകരിക്കേണ്ട വലിയ ഒരു രംഗമാണ് അവ്വലു ലൈലത്തിൻ ഫിൽ ഖബർ, ഖബറിലെ ആദ്യ രാത്രി. ഒന്നുകൂടി ഞാൻ പറയുന്നു, സാന്ദർഭികമായി എല്ലാവരും ശ്രദ്ധിക്കുന്ന എല്ലാവരും ഒരു മയ്യത്തിനെ ഖബറിലേക്ക് വെക്കുമ്പോൾ വളരെ വ്യക്തമായി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മസലയാണ് മയ്യത്തിന്റെ മുഖവും നെഞ്ചും
കിബിലയിലേക്കാക്കി മയ്യത്തിനെ ചരിച്ചു കിടത്തണം. അത് വലഭാഗത്തിന്റെ മേൽ ആവലാണ് സുന്നത്ത്, ഇടഭാഗത്തിന്റെ മേൽ ആവൽ കറാഹത്താണ്. വലഭാഗത്തിന്റെ മേൽ ചരിച്ചു കിടത്തിയാലും ഇടഭാഗത്തിന്റെ മേൽ ചരിച്ചു കിടത്തിയാലും മുഖവും നെഞ്ചും കിബിലയിലേക്കാവണം. പല വിവരമില്ലാത്ത സാധാരണക്കാർ കുയ്യം മുക്രിമാർ ആയതിന്റെ പേരിൽ പലപ്പോഴും മയ്യത്തിന്റെ മുഖവും നെഞ്ചും കിബിലയിലേക്ക് ആകുന്ന വിഷയത്തിൽ അശ്രദ്ധത സംഭവിക്കുന്നുണ്ട്. സാന്ദർഭികമായി നിങ്ങളൊക്കെയും അറിഞ്ഞതുപോലെ മഹാനായ നൂറുൽ ഉലമ MA ഉസ്താദ് ആദ്യമായി പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത് തന്നെ മയ്യത്ത് പരിപാലനവുമായിട്ടാണ്. മഹാനായ MA ഉസ്താദ് തൃക്കരിപ്പൂർ ഭാഗത്ത് മൊത്തമ്മൽ എന്ന് പറയുന്ന സ്ഥലത്ത് ദർസ് ഏറ്റിയപ്പോ അവിടെ നടക്കുന്ന മയ്യത്ത് സംസ്കരണം കണ്ട് മഹാനായ MA ഉസ്താദ് ആകെ അത്ഭുതപ്പെട്ടുപോയി. ജീവിച്ചിരിക്കുന്നവരെക്കാൾ വലിയ കഷ്ടമായിട്ടാണ് ഒരു മയ്യത്തിന്റെ അവസ്ഥ. കാരണം വിവരമില്ലാത്ത പാരമ്പര്യമായി ചെയ്തു വരുന്ന ചില മുക്രിമാരുടെ കുളിപ്പിക്കലും മയ്യത്ത് കബറടക്കലും കണ്ട് മഹാനായ MA ഉസ്താദിനെ വളരെ വേദനിപ്പിക്കുകയും വലിയ ഒരു പരിഹാരം ഒരു മയ്യത്ത് പരിപാലന സംഘമുണ്ടാക്കി ഉസ്താദ് തന്നെ ആ ക്ലാസിന് നേതൃത്വം നൽകി സാധാരണക്കാർക്ക് വായിക്കാൻ ഒരു പുസ്തകമുണ്ടാക്കി പ്രാദേശികമായുള്ള മഹല്ലത്തിലെ ഉസ്താദന്മാരൊക്കെയും പങ്കെടുപ്പിച്ച് ആ മയ്യത്ത് പരിപാലന സംഘം വിശാലമാക്കിയ ചരിത്രം MA ഉസ്താദിന്റെ പൊതുരംഗത്തേക്കുള്ള പ്രവേശനം തന്നെ, ഈ പൊതുരംഗത്തേക്ക് കടന്നു വരൽ തന്നെ ഒരു മയ്യത്ത് പരിപാലന വിഷയവുമായിട്ടാണ്. അതുകൊണ്ട് എന്റെ എല്ലാ സാധാരണക്കാരും നമ്മളൊക്കെയും മരിക്കേണ്ടവരാണ്. അബ്ബേ, ഞാൻ മരിച്ച് എന്റെ നാട്ടുകാര്, എന്റെ മക്കള്, എന്റെ കുടുംബമിത്രാദികൾ ഏതു നിലക്കാണ് എന്നെയും ഞാനാകുന്ന മയ്യത്തിനെ ഈ ഖബറിൽ വെക്കുക, അത് ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ നെഞ്ചും മുഖവും കിബിലയിലേക്കാക്കിയിട്ടാണോ കിടത്തുന്നത്? കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മഹല്ലത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടതുപോലെ പഠിപ്പിച്ചു കൊടുത്താലേ നമ്മൾ മരിക്കുന്ന സമയത്ത് ശരിയായ രൂപത്തിൽ നമ്മുടെ മയ്യത്ത് ഖബറിൽ കിടത്താൻ സാധിക്കുകയുള്ളൂ എന്ന് സാന്ദർഭികമായി ഉണർത്തി. അതുകൊണ്ട് ആവശ്യമില്ലാതെ താഴ്ഖബറ് അധികമായി താഴ്ത്തുന്നതിൽ ഒരു കാര്യവുമില്ല. അത് ഫിഖ്ഹിയായ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതിന് എതിരുമാണ് എന്നുണർത്തി അടുത്ത ചോദ്യത്തിന് മൈക്കം. സ്പ്രേകൾ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ നിന്ന് ആളുകൾ എങ്ങനെ ബന്ധപ്പെട്ടാണ് അങ്ങനെ പഠനങ്ങളൊക്കെ വലിക്കുന്നുണ്ട്. അത് വലിക്കാൻ പാടില്ല. അത് ഉപയോഗിച്ച് നിസ്കാരം ശരിയാണ്. വഅലൈക്കും അസ്സലാം. സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന സ്പ്രേയെക്കുറിച്ചാണ് നമ്മൾ സുഗന്ധത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്ന സ്പ്രേയുടെ ഒരു വിധിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു വ്യക്തമായ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ, ഈ സ്പ്രേ ഉണ്ടാക്കിയ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ കമ്പനിക്കാർ അതിൽ നജസായ വസ്തുക്കൾ ചേർത്തിട്ടുണ്ട് എന്ന് പറയുകയോ അല്ലെങ്കിൽ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ആ സ്പ്രേയിൽ നജസുണ്ട് എന്ന് ബോധ്യപ്പെടുകയോ ചെയ്താൽ ആ സ്പ്രേ ഉപയോഗിക്കലും വിൽക്കലും ഹറാമാകുന്നു. വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സ്പ്രേ ഉണ്ടാക്കിയ കമ്പനിക്കാർ പറഞ്ഞു ഇന്ന വസ്തു അതിൽ ചേർത്തിട്ടുണ്ട്, അത് നജസാണെന്ന് ഉറപ്പാണ്. സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുകയാണ്. കമ്പനിക്കാർ പറയുന്നതിന് തുല്യമാണ് സ്പ്രേന്റെ കുപ്പിയിലുള്ള എഴുത്ത്. ആ സ്പ്രേന്റെ കുപ്പിയിൽ എഴുതിയിട്ടുണ്ട് ഇന്നിഞ്ഞും വസ്തുക്കളാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അത് കമ്പനിക്കാർ വ്യക്തമായി പറയുന്നതിന് തുല്യമാണ്. അതല്ലെങ്കിൽ വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ
നജസ് ചേർത്തും കൊണ്ടാണ് ഈ വസ്തു ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് ബോധ്യപ്പെട്ടാൽ അത് വിൽക്കാൻ പാടില്ല. എന്തേ കാരണം? കഴുകിയാൽ വൃത്തിയാവാത്ത മുതനജ്ജിസിനെ വിൽക്കാൻ പാടില്ല. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. കച്ചവടക്കാരൊക്കെയും ഉണ്ടാകും, നജസായ സ്പ്രേ വിൽക്കുന്നവരുണ്ടാകും, അവരത് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ എങ്ങനെയാണ് ഉസ്താദെ കഥ നടത്തുക? അതിനും ഇസ്ലാമിൽ മാർഗങ്ങളുണ്ട്. ഏതായിരുന്നാലും അതിലേക്കിപ്പോൾ ഞാൻ കടക്കുന്നില്ല. കാരണം ഒരു വസ്തു വിൽക്കുമ്പോൾ വിൽക്കപ്പെടുന്ന വസ്തു ശുദ്ധിയുള്ളതാവണം എന്ന നിബന്ധനയുണ്ട്. അപ്പൊ കഴുകിയാൽ ശുദ്ധിയാവാത്ത മുതനജ്ജിസ്, പാല് പോലോത്തത് അല്ലെങ്കിൽ സ്പ്രേ പോലോത്തത്, അതിനൊരിക്കലും മുതനജ്ജിസാണ്, നജസുദയ വസ്തുവാണ്, അതിനെ കഴുകി വൃത്തിയാക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ വസ്തുവിനെ വിൽക്കപ്പെടാൻ പറ്റുകയില്ല. നേരെ മറിച്ച് വസ്ത്രത്തിൽ മൂത്രമായി അത് മുതനജ്ജിസാണ്, വിൽക്കപ്പെടാം. കാരണം എന്റെ വസ്ത്രത്തിൽ മൂത്രമായാലും മുതനജ്ജിസാണെങ്കിലും അത് കഴുകി വൃത്തിയാക്കാൻ പറ്റിയതാണ്. അതുകൊണ്ട് മൂത്രമായ തുണിയെ വിൽപ്പന നടത്താം. നേരെ മറിച്ച് സ്പ്രേ അതല്ലെങ്കിൽ പാല്, എണ്ണ പോലോത്തത് നജസായാൽ ഒരിക്കലും തന്നെ വെള്ളം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അത്തരം സ്പ്രേകളെ വിൽക്കപ്പെടാൻ പാടുള്ളതല്ല. അത് വസ്ത്രത്തിലും അടിക്കാൻ പാടില്ല. നജസാണെന്ന് ഉറപ്പുള്ള സ്പ്രേ ആണെങ്കിൽ അത് നിസ്കരിക്കുന്നവന്റെ വസ്ത്രത്തിലും അടിക്കാൻ പാടില്ല. കാരണം നിസ്കരിക്കുന്നവന്റെ വസ്ത്രം, ശരീരം നജസിനെ തൊട്ട് ശുദ്ധിയാവണമെന്ന നിബന്ധന നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അവിടെ സാന്ദർഭികമായി ഒരു കാര്യം അറിയിക്കുകയാണ്. പലവരും തെറ്റിദ്ധരിച്ചത് ഈ നജസായ സ്പ്രേ ആണെങ്കിൽ അത് നിസ്കരിക്കുമ്പോൾ മാത്രമേ അടിക്കാൻ പറ്റായികയുള്ളൂ, അല്ലാത്ത സമയത്തൊക്കെയും അടിക്കാം. ആ ധാരണയും തിരുത്തേണ്ടതാവുന്നു. കാരണം നിസ്കാരം അല്ലാത്തപ്പോഴും ആവശ്യമില്ലാതെ ശറഅ് അംഗീകരിക്കുന്ന കാരണം കൂടാതെ ശറഅ് അംഗീകരിക്കുന്ന കാരണം കൂടാതെ നജസുമായി പുരലാൻ പാടില്ല. സാന്ദർഭികമായി എല്ലാവരും മനസ്സിലാക്കണം. പലവരും തെറ്റിദ്ധരിച്ചു നജസായ വസ്തു ചേർത്ത സ്പ്രേ അത് നിസ്കരിക്കുമ്പോൾ അടിക്കാൻ പാടില്ല, നിസ്കാരമല്ലാത്തപ്പോൾ വിരുന്നു സൽക്കാരങ്ങൾക്ക് പോകുമ്പോൾ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ സ്പ്രേ അടിക്കാം. അത് ശരിയല്ല. കാരണം നജസായ വസ്തുവുമായി നിസ്കാരം അല്ലാത്തപ്പോഴും നജസുമായി പുലരാൻ പാടില്ല ആവശ്യമില്ലാതെ. ആവശ്യമുണ്ടെങ്കിൽ നജസുമായി ബന്ധപ്പെടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതായത് ഒരു പ്രത്യേക ആവശ്യമുണ്ട്. ഉദാഹരണം പറയാം, ആരെങ്കിലും തെറ്റിദ്ധരിച്ച് വെച്ചവരുണ്ടെങ്കിൽ അവർക്ക് ആ മസ്അല തിരിയും ചെയ്യാം, ഈ മസ്അലയുടെ വിശദീകരണമാവുകയും ചെയ്യും. ഇസ്തിഹാലത്ത് രോഗി അഥവാ മെൻസസ് പീരിയഡുമല്ല പ്രസവിച്ചു കിടക്കുന്ന സമയവുമല്ലാത്ത സമയത്ത് രോഗം കാരണം പുറപ്പെടുന്ന രക്തമാണല്ലോ ഇസ്തിഹാലത്ത് രക്തം. ഇങ്ങനെ ഇസ്തിഹാലത്ത് രക്തം പുറപ്പെടുന്ന സഹോദരിയെ സഹോദരിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ഭർത്താവിന് വത്തുക ചെയ്യാം, ശാരീരികമായി ബന്ധപ്പെടാം എന്നാണ് മസ്അല. പക്ഷേ ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ഇസ്തിഹാലത്ത് രക്തം പുറപ്പെടുന്ന അതേ സമയത്ത് തന്നെ ഭർത്താവിന് അവളുമായി ബന്ധപ്പെടാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ആരെങ്കിലും പറ്റൂലാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാകുന്നു. പക്ഷെ അങ്ങനെ ബന്ധപ്പെടുമ്പോ ഈ ഭർത്താവിന്റെ ശരീരത്തിന്റെ ആ പ്രത്യേകമായ ഭാഗത്തെല്ലാം ഇസ്തിഹാലത്തെന്ന രക്തമാകും, അത് നജസാണ്. പക്ഷെ ഇവിടെ നജസുമായി പുഴനുകയാണ് ഇവൻ. പക്ഷെ ഇത് ആവശ്യത്തിനാണ്. വത്തുക എന്ന ആവശ്യത്തിന് വേണ്ടി, ജിമായി എന്ന ആവശ്യത്തിന് വേണ്ടി ഇവിടെ ഈ നജസുമായി പുഴലുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ വേറെയും പല സാഹചര്യങ്ങളുമുണ്ട്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും വിശദീകരിക്കാൻ നേരമില്ല. അപ്പൊ ഞാൻ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയുന്നത്, നജസായ വസ്തു കൊണ്ടുണ്ടാക്കിയ സ്പ്രേയാണ്. അതെങ്ങനെ ഉറപ്പാവണം? കേട്ടുകേൾവിയല്ല. കാരണം ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, നജസ് അല്ലാത്ത രൂപത്തിലുള്ള സ്പ്രേയും ഉണ്ട് എന്ന് പലവരും പറയുന്നു. അതുകൊണ്ട് സ്പ്രേ മൊത്തത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല അതിന്റെ വിധി. അത് നജസ് ചേർത്ത് ഉണ്ടാക്കിയതാണെങ്കിൽ അത് എങ്ങനെ ഒരു
എന്തോ ഒരു പ്രചാരം നടക്കുന്നു, ഇന്നാലിന്ന വസ്തുവിൽ നജസ് ചേർക്കുന്നുണ്ടത്രേ. ഈ പ്രചാരത്തിന്റെ പേരിലും ഈ ഊഹാപോഹങ്ങളുടെ പേരിലും ഒരു വസ്തു നജസാണെന്ന് പ്രഖ്യാപിക്കുകയില്ല. ഒന്നിരിക്കൽ അതുണ്ടാക്കിയ നിർമ്മാതാക്കൾ, കമ്പനിക്കാർ വ്യക്തമായി പറഞ്ഞു, ഇന്ന വസ്തു ഉപയോഗിച്ചാണ് ഈ വസ്തു ഉണ്ടാക്കുന്നത്, അത് നജസാണെന്ന് ഉറപ്പുമാണ് എങ്കിൽ ആ വസ്തു നജസായി നമ്മൾ തീരുമാനിക്കണം. അല്ലെങ്കിൽ വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടി ഈ വസ്തുവിൽ നജസ് ചേർക്കുന്നുണ്ട്, അത് സ്പ്രേ ആയാലും മറ്റു അത്തറുകളായാലും അതുപോലെ തന്നെ നമ്മൾ തിന്നപ്പെടുന്ന മിഠായികൾ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തേക്കുന്ന ക്രീമുകൾ, ഇങ്ങനത്തെ ഏത് വസ്തുക്കളാണെങ്കിലും അതിന്റെ എല്ലാം വിധി ഇത് തന്നെയാണ്. പക്ഷേ അവരെ ഒന്നുകൂടി ഞാൻ വ്യക്തമായി പറയുന്നു, ഇങ്ങനെ നജസുണ്ട് എന്നൊക്കെയും ഇങ്ങനെ വ്യാപകമായി തോന്നുന്നത് നമുക്ക് വ്യക്തമായി ഉറപ്പില്ലെങ്കിൽ അത് ഉപയോഗിക്കാമെങ്കിലും ഏറ്റവും സൂക്ഷ്മത എന്താകുന്നു, അതെല്ലാം പരമാവധി ഒഴിവാക്കലാണ്. ഒരു നജസാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നു, നിർബന്ധമൊന്നുമില്ല, സൂക്ഷ്മത. കാരണം നല്ല സൂക്ഷ്മതയുള്ള പണ്ഡിതന്മാർ ചിലപ്പം പോക്കറ്റിലുള്ള പേന പോലും എടുത്തു വെച്ചിട്ട് നിസ്കരിക്കുന്നത് കേൾക്കാറുണ്ട്. കാരണം ഈ പോക്കറ്റിലുള്ള സാധാരണ ഈ പമ്പ് പേന, സാധാരണ നമ്മുടെ പോക്കറ്റിലൊക്കെ വെക്കുന്ന ഈ പമ്പ് പേനയുണ്ടല്ലോ, ഈ സാധാരണ പ്രത്യേകമായ ആ പമ്പ് ഉപയോഗിച്ചിരുന്ന പേന, അതിലുള്ള മഷി നജസ് കലർന്നതാണെന്നുള്ള ഒരു ധാരണ വല്ലാതെയുണ്ട്. റീഫല് പോലത്തത് നജസാണെന്നൊരു ധാരണ. അതുകൊണ്ട് ഈ നജസാകുകയാണെങ്കിലോ അത് കാരണം നിസ്കാരത്തിന് ഭംഗം വരണ്ട എന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യാറുണ്ട്, പേന പോലും പോക്കറ്റിൽ നിന്ന് എടുത്തു വെച്ച് നിസ്കരിക്കുന്ന സൂക്ഷ്മശാലികളാവുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കൽ ഹറാമാണ്, അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല എന്ന് പറയണമെങ്കിൽ ആ വസ്തുവിൽ നജസുണ്ട് എന്ന് വ്യക്തമായി ബോധ്യപ്പെടണം. അപ്പൊ അതുകൊണ്ട് സ്പ്രേ, അങ്ങനെ നജസില്ലാത്ത സ്പ്രേ ഉണ്ടോ, ഉപയോഗിക്കാം. അല്ല, ആ സ്പ്രേയിൽ നജസുണ്ട് എന്ന് ഉറപ്പാണോ എങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല. അത്രേ അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന സ്പ്രേ, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന ക്രീം, അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്ന മറ്റു അത്തറുകള്, അത് നജസുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്തൽ വാങ്ങുന്നവരുടെ കടമയാണ്. അല്ലാതെ മൊത്തത്തിൽ ഏതൊക്കെയാണ് നജസായത്, ഏതൊക്കെയാണ് ശുദ്ധിയുള്ളത് എന്ന് നമുക്ക് ഒറ്റടിക്കൽ വ്യത്യസ്തമായ കമ്പനികൾ പല സാധനങ്ങളും ഇറക്കിക്കൊണ്ടിരിക്കുമ്പോ ഇന്നത് നജസാണ്, ഇന്നത് ശുദ്ധിയുള്ളതാണെന്ന് ഒറ്റടിക്ക് തീരുമാനിക്കാൻ പറ്റുകയില്ല. നജസുണ്ട് എന്ന് നിർമ്മാതാക്കൾ വ്യക്തമായി പറയുകയോ അതല്ലെങ്കിൽ നമുക്ക് വ്യക്തമായ തെളിവ് കിട്ടുകയോ ചെയ്ത വസ്തുക്കൾ അത് നജസിന്റെ വിധിയിലേക്ക് മാറും. അത് സ്പ്രേ ആണെങ്കിൽ വിൽക്കാനും പാടില്ല. അതുപോലെ തന്നെ നിസ്കാരത്തിലാണെങ്കിലും നിസ്കാരത്തിൽ അല്ലാത്തപ്പോഴും അത് ഉപയോഗിക്കാൻ പാടുള്ളതല്ല, നജസാണെന്ന് സ്ഥിരപ്പെട്ടാൽ. അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്ക് ഫ്രീ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിസ്കാരത്തിന് ശേഷമുള്ള തസ്ബീഹുകൾക്കിടയിൽ അഥവാ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് നാം പറയുന്നതിന്റെ ഇടയിൽ അതിന്റെ തുടക്കത്തിൽ ഇലാഹനാ സുബ്ഹാനല്ലാഹ് വബിഹംദിഹി ദായിമൻ അൽഹംദുലില്ലാഹ് സബ്ബിത്നാ അലാ ദീനിക്കൽ ഇസ്ലാം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഇതിന്റെ അടിസ്ഥാനം ഒന്ന് വിശദമാക്കിയാൽ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. സാന്ദർഭികമായി നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അഥവാ ഇന്നുള്ള സ്പ്രേകളിലെല്ലാം ആൽക്കഹോൾ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്നു. ഇവിടെ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ ആൽക്കഹോൾ അല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചും സ്പ്രേ നിർമ്മിക്കുന്നു എന്ന് പറഞ്ഞു കേൾക്കുന്നു. എന്റെ അന്വേഷണം പേക്കാം. അതുകൊണ്ട് ക്ലാസ് റൂമിലുള്ളവർ കൂടുതലും ഗൾഫുകാരായതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കാൻ അവർക്കായിരിക്കും സൗകര്യം എന്നും ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്.
അപ്പൊ അതുകൊണ്ട് ആൽക്കഹോല് നജസ് അല്ലാത്ത രൂപത്തിലുള്ള ആൽക്കഹോല് ഇല്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഇനി നജസ് അല്ലാത്ത രൂപത്തിലുള്ള ആൽക്കഹോൾ ഉണ്ടോ? കാരണം ആൽക്കഹോൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ പ്രത്യേകമായ കെമിക്കൽ ഉപയോഗിച്ച് ആൽക്കഹോൾ രൂപത്തിലുള്ള വസ്തു ഉണ്ടാക്കുന്നുണ്ടോ? കാരണം കാലങ്ങനെ പുരോഗമിച്ച് വരികയാണ്. അപ്പൊ അതുകൊണ്ട് നജസായ ആൽക്കഹോളാണ് എന്നങ്ങത്തെ നമുക്ക് ഒറ്റവാക്കിൽ പറയാം. അങ്ങനത്തെ ആൽക്കഹോൾ ചേർത്ത നജസ് സ്പ്രേ ആണെങ്കിൽ അത് നജസ് തന്നെയാണ്. പക്ഷേ ഇന്ന് അന്വേഷണത്തിൽ നിന്ന് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് സ്പ്രേ ആയി തീരാനാണ് എന്ന് പറയുന്നു. പക്ഷേ മറ്റു ചിലവർ അന്വേഷിച്ചപ്പോൾ വ്യക്തമായി പറഞ്ഞത് ആൽക്കഹോള് അല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ചും സ്പ്രേ നിർമ്മിക്കുന്നുണ്ട് എന്ന്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കണം? ഇത് ഉണ്ടാക്കിയ കമ്പനിയുടെ നിർമ്മാതാക്കളാണ് അത് തീരുമാനിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒന്നിരിക്ക നിർമ്മാതാക്കൾ ഈ കുപ്പിന്മേൽ എഴുതി ഇന്നാലിന്ന വസ്തുക്കൾ ഉപയോഗിച്ചും കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അത് എഴുതിയ കൂട്ടത്തിൽ അതിൽ നജസാണെന്ന് ഉറപ്പുള്ളൊരു വസ്തു അതിലുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് നജസാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ ആൽക്കഹോളിനെ കുറിച്ചുള്ള ഒരു പഠനം ഒന്നുകൂടി പുരോഗമിക്കേണ്ടതായിട്ട് വരുന്നു എന്നും സാന്ദർഭികമായി ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉണർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഗൾഫിലുള്ള ശ്രോതാക്കള് കൂടുതൽ ഈ ആൽക്കഹോളിനെ കുറിച്ചും സ്പ്രേ ഉണ്ടാക്കുന്നത് ആൽക്കഹോൾ ഇല്ലാതെ സ്പ്രേ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചർച്ച വളരെ നല്ലതാണ്. കാരണം ഇന്ന് ഒരുപാട് ആളുകൾ 99.4% ആളുകളും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അത്തറിലും നജസ് കലരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇഫാലത്തുൽ അൻവാർ എന്ന് പറയുന്നൊരു കിതാബുണ്ട്. നമ്മൾ സാധാരണ പള്ളി ദർസുകളിലൊക്കെയും ഓതിപ്പടിക്കുന്ന 10 കിതാബിൽപ്പെട്ട നൂറുൽ അബ്സാർ. ഈ നൂറുൽ അബ്സാറിനൊരാശയുണ്ട് ഇഫാലത്തുൽ അൻവാർ. ഈ ഇഫാലത്തുൽ അൻവാർ എന്ന കിതാബിലുണ്ട് കുല്ലു അത്താരും മുതനജ്ജിസുൻ, എല്ലാ അത്തറുകളും നജസുദയതാണ് എന്ന്. പക്ഷെ അതുകൊണ്ട് ഞാൻ അത്തർ ഉപയോഗിക്കണ്ട ഞാൻ പറയുന്നില്ല. ഞാൻ ആ കിതാബില് ഈ അത്തറുകളെ കുറിച്ച് ചർച്ച ചെയ്തേടത്ത് കുല്ലു അത്താരിൻ മുതനജ്ജിസുൻ, എല്ലാ അത്തറുകളും നജസുദയതാണ്. അപ്പൊ അതുകൊണ്ട് അത്തർ വാങ്ങുമ്പോഴും നജസ് കലർന്നതാണോ എന്ന് അന്വേഷണ വിധേയമാക്കേണ്ടതാകുന്നു എന്നുകൂടി അതിനെക്കുറിച്ച് പറഞ്ഞ് മൂന്നാമത്തെ ചോദ്യം, സാധാരണഗതിയിൽ നമ്മുടെ പള്ളികളില് നിസ്കാരം കഴിഞ്ഞ് ഇമാമും മൗമൂമൊക്കെ ജമാഅത്തായി നിസ്കരിക്കുമ്പോ അത് ഒറ്റക്കാണെങ്കിലും മൗമൂമായും ഇമാമായിട്ടൊക്കെയാണെങ്കിലും നിസ്കാരത്തിന്റെ ശേഷം 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയുന്ന സുന്നത്താണ്. വളരെ ശക്തിമത്തായ സുന്നത്താണ്. പക്ഷെ ചില പള്ളികളിൽ ആ സുബ്ഹാനല്ലാഹ് പറയുന്നതിന്റെ മുമ്പ് ഇലാഹനാ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് പറയുന്നതിന് മുമ്പ് വബിഹംദിഹി ദായിമൻ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയുന്നതിന്റെ മുന്നേ സബ്ബിത്നാ അലൽ ഇസ്ലാം അല്ലാഹു അക്ബർ എന്നൊക്കെയും പല വാക്കുകളും ഉപയോഗിക്കുന്നത് കാണാം. ഇതിന് വല്ല അടിസ്ഥാനങ്ങളും ഉണ്ടോ എന്നാണ്. അതിനൊരു അടിസ്ഥാനവുമില്ല. കാരണം ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലോ അല്ലെങ്കിൽ ഹദീസുകളിലോ ഒന്നും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറയാൻ സുന്നത്താണുള്ളൂ. ആദ്യം ഒരു ഇലാഹന ചേർക്കണം, അല്ലെങ്കിൽ വബിഹംദിഹി ദായിമൻ ചേർക്കണം, സബ്ബിത്നാ അലൽ ഇസ്ലാം എന്ന് ചേർക്കണം. അങ്ങനെ ഒരു സുന്നത്തില്ല. സുന്നത്തുണ്ടെങ്കിലല്ലേ ഇപ്പൊ നമുക്ക് അതിന് അടിസ്ഥാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അത് കുറച്ച് പ്രായമായ കുറച്ച് തഖ്വയിലൊക്കെയും ചിന്തിച്ച് ജീവിക്കുന്ന ചില ഉസ്താദന്മാര് എന്ത് ചെയ്യുന്നു? അവര് സുബ്ഹാനല്ലാഹ് പറയുമ്പോ ഇലാഹന, ഞങ്ങളുടെ തമ്പുരാനെ, അതുപോലെ തന്നെ എല്ലാ സമയത്തും ഹംദ് വേണമല്ലോ. അപ്പോ വബിഹംദിഹി ദായിമൻ നോക്കി അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ ഒന്ന്. ഇനി രണ്ടാമതായി ചില സ്ഥലങ്ങളിലൊക്കെയും കാണാം, എന്നെല്ലാം മിക്ക സ്ഥലങ്ങളിലും ഇമാമ് ഉറക്കണ ഒരു സുബ്ഹാനല്ലാഹ് ഉറക്കണ പറയും. പിന്നെ അത് കഴിഞ്ഞാൽ അൽഹംദുലില്ലാന്റെ മുന്നേ ഉറക്കണ ഒരു അൽഹംദുലില്ലാഹ്. അങ്ങനൊന്നും ഒരു സുന്നത്തില്ല, ഒരു സുന്നത്തൊന്നുമില്ല. ഒരു ഇമാമ് ഉറക്കണ സുബ്ഹാനല്ലാഹ് എന്ന് പറയാ, ഉറക്കണ അൽഹംദുലില്ലാഹ് എന്ന് പറയാ. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് പതിവായതിന്റെ പേരിൽ
മഅ്മൂമീങ്ങളാവുന്ന വ്യക്തികൾ അവരുടെ ആയത്തുൽ കുർസിയും അതുപോലത്തെ ദിക്റും ഒക്കെ കഴിഞ്ഞാൽ ഇനി ഇമാമ് സുബ്ഹാനല്ലാഹ് പറയുന്നത് ഇങ്ങനെ കാത്തിരിക്കും. അല്ലേ? എന്റെ ശ്രോതാക്കളുടെ കൂട്ടത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇങ്ങനെ ഇമാമ് സുബ്ഹാനല്ലാഹ് പറയുന്നത് ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ അവര് ഇമാമ് ഒന്ന് സുബ്ഹാനല്ലാഹ് എന്നൊന്ന് പറഞ്ഞ് ഇപ്പൊ കഴിഞ്ഞ് സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കോലും അതൊരു ഉണർത്തലാണ്. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലാൻ മറക്കണ്ട എന്ന ഒരു നല്ല നിയ്യത്തോടു കൂടെ ഒരു സുബ്ഹാനല്ലാഹ് ഉറക്കണം പറഞ്ഞു. അത് തെറ്റൊന്നുമല്ല. ചിലപ്പോ നമ്മളെ ബേജാറിൽ സുബ്ഹാനല്ലാഹ് ചെല്ലാൻ മറക്കും. അപ്പോഴാണ് ഇമാമ് പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞപ്പോ ഞാൻ സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലിയിട്ടില്ലല്ലോ എന്ന് ഓർമ്മ വരും. ആ ഓർമ്മ പുതുക്കാൻ നല്ലതാണ്. പക്ഷെ അതൊരു പ്രത്യേകമായി സുന്നത്തൊന്നുമില്ല. ഞാൻ ഇഹിയാഉ സുന്നയിൽ പഠിക്കുമ്പോ അവിടെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഈ സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കണം പറഞ്ഞ പരിപാടിയൊന്നുമില്ല. നമ്മൾ സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ ഇമാമ് ദ്വാരിക്കുന്നതാ കേൾക്കുക. അതൊക്കെ അങ്ങനെ ഒറ്റക്ക് അങ്ങനെ ചൊല്ലി കഴിക്കലാണ്, കുഴപ്പമില്ല. പിന്നെ ഒന്നുകൂടി അവിടെ പറയാണ്, ജമാഅത്തൊക്കായി നിസ്കരിക്കുമ്പോ വലിയ ടൗൺപള്ളികളിലൊക്കെ ആകുമ്പോ ചിലവര് സുബ്ഹാനല്ലാഹ്നൊക്കെ ഉറക്കണ ചെല്ലുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ഉറക്കണ നീട്ടി വലിച്ച് ചെല്ലുക. ഇങ്ങേപോലത്തെ ആളുകൾ നിസ്കരിക്കുന്നുണ്ടാവും. ആ നിസ്കരിക്കുന്നവർക്കൊരു തശ്ബീഹാവുന്ന രൂപങ്ങളൊക്കെയും അവരെ ഒഴിവാക്കലാണ് നല്ലത്. അപ്പൊ അതുകൊണ്ട് ഈ സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കണ പറയുക, അൽഹംദുലില്ലാഹ് എന്ന് ഉറക്കണ പറയുക, അതിന്റെ മുമ്പ് ഒരു ഇലാഹനാന്ന് പറയുക, അതൊക്കെ ഒരു നല്ല വാക്കാണ് എന്ന നിലക്ക് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും അതിന്റെ ഒരു അടിസ്ഥാനം ചിന്തിച്ച് സുന്നത്താണെന്നും പറയാൻ പറ്റുന്നതല്ല എന്ന് പറഞ്ഞ് സാന്ദർഭികമായി ഒരു കാര്യം ഉണർത്തുകയാണ്. വലിയ മഹത്വമാണ് നിസ്കാരങ്ങളുടെ ശേഷം. അത് മഗ്‌രിബിക്ക് ഒഴിവാക്കാൻ പറ്റൂലട്ടോ. നമ്മുടെ നാടുകളിലൊക്കെയും എല്ലായിടങ്ങളിലും മഗ്‌രിബിന്റെ ശേഷം ഈ സുബ്ഹാനല്ലയും അൽഹംദുലില്ലയും അല്ലാഹു അക്ബറും കാണുന്നില്ല. പക്ഷേ 5 വഖത്ത് നിസ്കാരത്തിന്റെ ശേഷവും ഇത് ചൊല്ലൽ സുന്നത്താണ്. അത് ചെല്ലുമ്പോ റെഡിക്ക് നമ്മൾ അത് ആഖിറത്തിൽ കൂലി കിട്ടാൻ വേണ്ടി ചെല്ലണം, എണ്ണം പൂർത്തിയാവണം. ചില സാധാരണക്കാരൊക്കെയും സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചെല്ലാൻ എണ്ണം പിടിക്കുന്നത് ഈ വിരലുമങ്ങനെ മാന്തലാണ്. വിരലുമങ്ങനെ, കാരണം നമ്മുടെ ഒരു വിരല് 5 വിരലുമയായി ഒരു വിരലുമ 3 കെട്ട്, അപ്പൊ 15 കെട്ടുണ്ടാവും. അപ്പൊ 2 പ്രാവശ്യം കെട്ട് തിരിച്ചും മറിച്ചും ആക്കിയാൽ 30ആയി. അങ്ങനെ ഒരു എണ്ണം പിടിക്കല്. പക്ഷെ പലപ്പോഴും ഒരൊറ്റ മാന്തല്, ഒരു വിരലിന്റെ തലക്കന്ന് അതിന്റെ മുരടിലേക്കൊന്നും ഇത് മാന്തും. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ ഒറ്റ മാന്തല് 3 അത് കണക്കൂട്ടാണ്. പക്ഷെ അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് 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 ഇതൊന്നും ആഖിറത്തിൽ ഇതിന്റെ കൂലി കിട്ടൂല. അൽഹംദുലില്ലാഹ് എന്ന് തന്നെ ചെല്ലണം. അവിടെ അലിഫ്ലാമുണ്ട്. പക്ഷേ നമ്മളൊക്കെ പലവരും അൽഹംദുലില്ലാഹ് 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 എന്ന് പറയും. അത് തിരുത്തേണ്ടതാവുന്നു. പിന്നെ ചില സാധാരണക്കാർ അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇമാമിന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ഇമാമ് കുറച്ച് സ്പീഡിൽ ചെല്ലാൻ വയ്ക്കുന്നതിനേക്കാളും ഇമാമിന്റെ സുബ്ഹാനല്ലാഹ് ചൊല്ലിക്കഴിയുമ്പോഴേക്ക് മഅ്മൂമിന്റെ സുബ്ഹാനല്ലയും ചൊല്ലിക്കഴിയണം എന്നൊരു ധാരണ. അങ്ങനെ സുന്നത്തൊന്നുമില്ല. ഇമാമ് ചൊല്ലിക്കഴിഞ്ഞോട്ടെ. ചില സ്ഥലങ്ങളിൽ കാണാം ഇമാമ് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞു, മഅ്മൂമിന്റെ 28 ആയിട്ടല്ലെങ്കിൽ മഅ്മൂം അവിടെ വെച്ചത് നിർത്തും. ഇമാമ് അൽഹംദുലില്ലാഹ് എന്ന് ഉറക്കണ പറഞ്ഞാൽ മഅ്മൂമ് സുബ്ഹാനല്ലാഹ് 28 ചൊല്ലിയിട്ട് പിന്നെ അൽഹംദുലില്ലാഹ് പറയാൻ തുടങ്ങും. അതൊക്കെ നമ്മുടെ ദിക്റിന്റെ തസ്ബീഹിന്റെ പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടും. എണ്ണം കണക്കാക്കിയ ഒരു ദിക്റ്, എണ്ണം കണക്കാക്കിയ ഒരു വിറുദ് അല്ലെങ്കിൽ ഒരു തസ്ബീഹ്, അത് എണ്ണം കൂടിയാലും ഒരു കാരണവശാലും കുറയാൻ പാടില്ല. അതിന്റെ യഥാർത്ഥ വശം എന്താണെന്നറിയുമോ? കറക്റ്റ് 33 ആവണമെന്നാണ്. അത് 34 ആവാൻ പാടില്ല, 32 ആവാൻ പാടില്ല. അത് നമ്മുടെ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ല. പക്ഷേ പല സാധാരണക്കാരും ഈ മഹത്തായ അമല് നിസ്കാരത്തിന്റെ ശേഷം ചെയ്യുന്നുണ്ടെങ്കിലും ആഖിറത്തിൽ പ്രതിഫലം കിട്ടാത്ത രൂപത്തിൽ ആയിപ്പോകുന്നുണ്ട്. അതൊരു കടമയായി മാറുന്നുണ്ട്. ഇത് എനിക്ക് ആഖിറത്തിൽ വലിയ പുരോഗതി കിട്ടുന്ന ഒരു ദറജ ഉയർത്തിക്കിട്ടുന്ന കാര്യമാണ് എന്ന ചിന്ത പലപ്പോഴും സാധാരണക്കാരിൽ നിന്ന് കണ്ടുവരാത്തത് കൊണ്ട് സാന്ദർഭികമായി ഒന്ന് ഉണർത്തി എന്ന് മാത്രം. അടുത്ത ചോദ്യത്തിന് വേണ്ടി മൈക്കഫ്ലി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്റെ പേര് നൗഷാദ്. ഞാൻ സൗദി അറേബ്യയിലെ റിയാദിലാണ്. നാട്ടിൽ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴയാണ്. ഞാനൊരു പുതിയ ശ്രോതാവാണ്. എങ്കിലും അൽഹംദുലില്ലാഹ് 6 മാസത്തോളം കൈമരിച്ചുമായിട്ട് റേഡിയോ ശ്രോതാവാണ്. അൽഹംദുലില്ലാഹ് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനും പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും കഴിഞ്ഞു. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അതുപോലെ ഉസ്താദ് ഖുറാത്തിൽ ഹാദിത്ത് പറയുകയുണ്ടായി. അത് ഏത് രീതിയിലാണ് നമസ്കരിക്കുക, എങ്ങനെയാണ്, എപ്പോഴാണ് ഏറ്റവും ഹൈറായ സമയം നമസ്കരിക്കണം എന്ന് പറഞ്ഞു തന്നാൽ വളരെ ഉപകാരമായിരുന്നു. ദുആ വസിയത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMICയിലെ ഒരു പുതിയ ശ്രോതാവാണ്. 6 മാസത്തോളമായി അൽഹംദുലില്ലാഹ് KMICയിൽ നിന്ന് ഒരുപാട് കാര്യം അദ്ദേഹം ജീവിതത്തിൽ പകർത്തി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സലാത്തുൽ ഹാജത്ത് എന്ന നിസ്കാരം, അതിന്റെ ഒരു രൂപം, അത് ഹൈറായ സമയം എങ്ങനെയാണ്, എപ്പോഴാണ് അത് നിസ്കരിക്കാൻ നല്ലത് എന്നതാണ് ഒരു ചോദ്യം. അതൊരിക്കൽ നമ്മുടെ ക്ലാസ് റൂമിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാ ശ്രോതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അല്ലാഹു തആലാന്റെ മുമ്പിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നമുക്ക് ജീവിതത്തിൽ വലിയ വലിയ ആവശ്യങ്ങളുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാനൊന്ന് ചോദിക്കട്ടെ, എങ്കിൽ എന്റെ ഒരു ആവശ്യം നിറവേറ്റാൻ ഇങ്ങനെ ഒരു നിസ്കാരം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ ആ ഒരു നിസ്കാരം നിർവഹിച്ച് നമ്മുടെ ആവശ്യം ഒന്ന് ആത്മാർത്ഥമായി റബ്ബിനോട് പറയാൻ എല്ലാവരും തയ്യാറാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തി. സലാത്തുൽ ഹാജത്ത് എന്ന നിസ്കാരം, അവിടെ ചില സാധാരണക്കാരും അല്ലെങ്കിൽ ചില ഉസ്താദന്മാരും തെറ്റിദ്ധരിച്ചു വെച്ചൊരു കാര്യമുണ്ട്. സലാത്തുൽ ഹാജത്ത് എന്ന നിസ്കാരവും സലാത്തുൽ ഇസ്തിഖാറത്ത് എന്ന നിസ്കാരവും രണ്ടും ഒന്നല്ല. സലാത്തുൽ ഹാജത്ത് ആവശ്യപൂർത്തീകരണത്തിനുള്ള നിസ്കാരം. സലാത്തുൽ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിൽ ഖൈർ ഏതാണെന്ന് അറിയാനുള്ള ഒരു ഖൈറിനെ തേടിയുള്ള നിസ്കാരമാകുന്നു. അതുകൊണ്ട് എല്ലാവരും സാന്ദർഭികമായി മനസ്സിലാക്കേണ്ടത് സലാത്തുൽ ഹാജത്ത് വേറെ, സലാത്തുൽ ഇസ്തിഖാറത്ത് വേറെ. അഥവാ സലാത്തുൽ ഇസ്തിഖാറത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ, ഏതൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഒരു 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കാരം സുന്നത്താണ്. അത് ഹജ്ജിന് പോവാൻ ഉദ്ദേശിച്ചാലും അതുപോലെ തന്നെ ഉംറക്ക് പോവാൻ ഉദ്ദേശിച്ചാലും ഒരു ഖൈറായ കാര്യം, ഒരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഒരു 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കാരം എന്ത് വേണം, നിസ്കരിക്കണം. അത് സുന്നത്താ. ഏതായിരുന്നാലും സാന്ദർഭികമായി ഒന്ന് പറയാം. അതൊക്കെ നമ്മൾ അറിയാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട്. എന്തെല്ലാം നന്മ നമ്മൾ ഉദ്ദേശിക്കുന്നു. നമ്മൾ പറയാന് ഒരു കല്യാണം, ഒരു വിവാഹം നമ്മുടെ പെൺകുട്ടിക്ക് തീരുമാനിക്കാൻ, ആ കുടുംബവുമായി ഒരു കല്യാണം നടക്കാൻ പോവുക, അത് ഖൈറാണോ എന്നറിയാൻ വേണ്ടിയിട്ട് 2 റക്അത്ത് ഇസ്തിഖാറത്ത് നിസ്കരിക്കാം. അല്ലെങ്കിൽ ഒരാളുമായി നമ്മളൊരു ഇടപാട് നടത്താൻ പോവുകയാണ്, അവനുമായി ഇടപാട് നടത്തുന്നതിൽ വെച്ച ഖൈറുണ്ടോ, ഒരു ഇസ്തിഖാറത്ത് നടത്താം. അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ നമ്മൾ പോവുകയാണ്, അവനെ നമ്മളൊരു ഇസ്തിഖാറത്ത്, ഒരു ഖൈറിനെ തേടുക, ഒക്കെയുമാവാം. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാത്ത ചില സുന്നത്തുകളാണ്. അതുകൊണ്ട് സലാത്തുൽ ഹാജത്ത് വേറെ, സലാത്തുൽ ഇസ്തിഖാറത്ത് വേറെ. സലാത്തുൽ ഇസ്തിഖാറത്ത് 2 റക്അത്ത് നിസ്കാരം, അത് പകലുമാവാം രാത്രിയുമാവാം. പക്ഷെ ആ നിസ്കാരങ്ങൾ സാന്ദർഭികമായി മറ്റൊരു കാര്യം, സലാത്തുൽ ഇസ്തിഖാറത്ത് ആയാലും സലാത്തുൽ ഹാജത്തായാലും നിസ്കരിക്കൽ കറാഹത്തായ അല്ലെങ്കിൽ ഹറാമായ സന്ദർഭങ്ങളിൽ ഈ നിസ്കാരങ്ങളൊന്നും നിസ്കരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. എന്തു ചെയ്യുക? ഉസല്ലി സുന്നത്ത റക്അത്തൈൽ ഇസ്തിഖാറത്തിൽ ലില്ലാഹി തആല, അല്ലാഹു തആലാക്ക് വേണ്ടി ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് ഞാൻ നിസ്കരിക്കുന്നു. ഇനി ഉസല്ലി സുന്നത്ത റക്അത്തൈൽ ഇസ്തിഖാറത്തിൽ ലില്ലാഹി തആല എന്ന് അറബിയിൽ നിയ്യത്ത് വെക്കാൻ അറിയാത്തവര് മലയാളത്തിൽ വെച്ചാൽ മതി. ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്കു ശേഷം
ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്ത് ഓതുക. ആ സൂറത്തിനു ശേഷം സൂറത്തുൽ ഖസസിലെ 68, 69, 70 എന്നീ ആയത്തുകൾ വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താറു മാ കാന ലഹുമുൽ ഖിയറത്തു സുബ്ഹാനല്ലാഹി വതആല അമ്മാ യുശ്രികൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഖസസിലെ 68, 69, 70 എന്നീ 3 ആയത്തുകളും ഒന്നാമത്തെ റക്അത്തിൽ ഓതുക. എന്നിട്ടൊരു റക്അത്ത് നിസ്കരിച്ച് പൂർത്തിയാക്കിയതിനു ശേഷം രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നു ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഓതിക്കഴിഞ്ഞതിനു ശേഷം എന്ത് ചെയ്യുക? അഹ്സാബ് സൂറത്തിലെ 36-ാമത്തെ ആയത്ത് വമാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തും ഓതി നിസ്കരിച്ചതിനു ശേഷം ഒരു പ്രത്യേകമായ ദുആയുണ്ട്. ആ ദുആയെല്ലാം ഇപ്പോൾ പറഞ്ഞാൽ ചിലപ്പം അത് ശ്രോതാക്കൾക്ക് അത് എഴുതി വെക്കാനൊക്കെ പ്രയാസം ഉണ്ടായതുകൊണ്ട് ഞാൻ സമയം കളയുന്നില്ല. ദുആ ആവശ്യമുള്ളവർ ബന്ധപ്പെട്ടാൽ നമുക്ക് പരിഹാരമുണ്ടാക്കി തീർക്കാം. അങ്ങനെ ആ ദുആയും കഴിഞ്ഞ് ആത്മാർത്ഥമായി ദ്വാരിക്കുക. ആ സമയത്ത് അവന്റെ ഖൽബിലേക്ക് ഖൈറായി തോന്നുന്നത് എന്തോ ആ കാര്യം നിർവഹിക്കുക. അപ്പൊ ഖൈറായത് അല്ലാഹു തആല ആ നിസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഈ വിഷയത്തിലുള്ള ഖൈർ എന്താണെങ്കിൽ അവന്റെ ഖൽബിലേക്ക് ഇട്ടുകൊടുക്കുമെന്നാണ്. അതാണ് സലാത്തുൽ ഇസ്തിഖാറത്ത്. നേരെ മറിച്ച് നമ്മുടെ ചോദ്യകർത്താവ് ചോദിച്ച സലാത്തുൽ ഹാജത്ത് അതെന്താണ്? അള്ളാഹു നമുക്കൊരാവശ്യമുണ്ട്. ഈ ആവശ്യം പൂർത്തീകരിച്ചു കിട്ടാൻ എന്താവശ്യമാവട്ടെ, കടങ്ങളാവാം, വീടില്ലാത്ത പ്രശ്നമാവാം, നല്ല ജോലി ശരിയാവാനാവാം, അതല്ലെങ്കിൽ അറബി കൂടുതൽ ശമ്പളം നീട്ടിത്തരാനാവാം. എന്നാ നമുക്ക് കഴിച്ചു നോക്കുക. അങ്ങനെയല്ല ഇപ്പൊ നമുക്ക് അറബി ശമ്പളം തോനെ കൂട്ടിക്കിട്ടാൻ ഇക്കാലം പറ്റുമെങ്കിൽ മെനക്കെത്താലും വേണ്ടിയില്ല, നമുക്കൊരു അന്തരക്കാലത്ത് നിസ്കരിച്ചു നോക്കാനൊരു തോന്നൽ എല്ലാവർക്കും വരും. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഉദാഹരണം എടുത്തത്, ചിരിക്കുന്നുണ്ട് എല്ലാവരും. ഏതായാലും അതാണ് സലാത്തുൽ ഹാജത്ത്. അപ്പൊ അതുകൊണ്ട് ഈ സലാത്തുൽ ഹാജത്ത് 2 റക്അത്താണ് എന്നാണ് ഇമാം നബവി റളിയല്ലാഹു തആല അൻഹു റൗള എന്ന് പറയുന്ന കിതാബിലും മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു തന്റെ ശറഹ് ബാഫളിൽ എന്ന് പറയുന്ന കിതാബിലും പറയുന്നത് സലാത്തുൽ ഹാജത്ത് 2 റക്അത്ത് നിസ്കാരമാകുന്നു. പക്ഷേ ഗസ്സാലി ഇമാം തന്റെ ഇഹ്യയിൽ പറയുന്നത് 12 റക്അത്താണ്. ഗസ്സാലി ഇമാമിന്റെ അഭിപ്രായം സലാത്തുൽ ഹാജത്ത് 12 റക്അത്താണ്. ഈ നിസ്കാരമാണ് കുതുബിയ്യത്തിൽ നമ്മൾ യാ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നുള്ള നമ്മൾ ആ മഹാനവരികളെ വിളിക്കുന്നതിന്റെ മുമ്പ് ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം യഥാർത്ഥത്തിൽ സലാത്തുൽ ഹാജത്താണ്. അപ്പൊ നമ്മളെ കുതുബിയ്യത്തിൽ കാണാം ബഅദ സലാത്തി സിനതൈ അശ്റത മിൻ റക്അ മാ അൽ ഫവാതിഹി വൽ ഇഖ്ലാസ് ബിൽ ഖാലഅ. നോക്കിങ്ങള് അവിടെ 12 റക്അത്താണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇമാം നബവി റളിയല്ലാഹു തആല അൻഹും മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹും പറയുന്നത് സലാത്തുൽ ഹാജത്ത് 2 റക്അത്താണ്. അപ്പൊ എങ്ങനെ നിസ്കരിക്കുക? സലാത്തുൽ ഹാജത്ത് എന്ന നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെക്കാം. ഈ ഷർവാനി പോലത്തെ ഫിഖിന്റെ കിതാബിൽ പറയുന്നു ഇനി സലാത്തുൽ ഹാജത്ത് എന്ന് കരുതിക്കോളണം എന്നില്ല. അല്ലാഹു തആലാക്ക് വേണ്ടി 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാലും നിയ്യത്തിന് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലതെന്താണ്? ഖളാഉൽ ഹാജത്ത് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി 1-ാമത്തെ റക്അത്തിലും 2-ാമത്തെ റക്അത്തിലും ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്കു ശേഷം എന്ത് ചെയ്യുക? സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 1-ാമത്തെ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ്, 2-ാമത്തെ റക്അത്തിലും സൂറത്തുൽ ഇഖ്ലാസ്. അതുപോലെ തന്നെ ചില മഹാന്മാർ പറയുന്നു ഓരോ ഇഖ്ലാസ് സൂറത്തിന്റെ ശേഷവും ആയത്തുൽ കുർസിയും ഓതൽ സുന്നത്താണ്. അപ്പൊ ആകത്തുക എന്തായി? ഖളാഉൽ ഹാജത്ത് എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് ഫാത്തിഹ ഓതി എന്ത് സുന്നത്താണ്? വജ്ഹത്തൊക്കെ സുന്നത്താണ്. നിസ്കാരത്തിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇത് ബാധകമാണ്. ഫാത്തിഹ ഓതി സൂറത്തുൽ ഇഖ്ലാസ് ഓതി ആയത്തുൽ കുർസി ഓതി
ഒരു റക്അത്ത് നിസ്കരിച്ചു, അതേ രൂപത്തിൽ രണ്ടാമത്തെ റക്അത്ത് നിസ്കാരവും. അതിനുശേഷം വളരെ വിശാലമായ ഒരു ദുആയുണ്ട്. ഇനി ആ വിശാലമായ ദുആയൊന്നും അറബിയിൽ അറിയാത്തവരുണ്ടെങ്കിൽ നമുക്കറിയുന്ന ഭാഷയിൽ, നമുക്കറിയുന്നൊരു ഭാഷയുണ്ടല്ലോ മലയാളം, ആ മലയാളത്തിലുള്ള ദുആയി നടത്തിയാലും വിരോധമില്ല. പക്ഷേ മഹാന്മാർ ചില നിസ്കാരങ്ങളുടെ ശേഷം പ്രത്യേകമായ ദുആ ചെല്ലല് സുന്നത്താണെന്ന് പറയുമ്പോ ആ ദുആ തന്നെ കൊണ്ടുവരലാണ് ഏറ്റവും അഫ്ളലായ രൂപം. ആ ദുആയും കുറച്ചല്പം വലുതായതുകൊണ്ട് ഞാനിപ്പോൾ അത് ഓതുന്നില്ല. അതുകൊണ്ട് സലാത്തുൽ ഹാജത്ത് എന്ന നിസ്കാരവും സലാത്തുൽ ഇസ്തിഖാറത്തും വേറെയാണ്. സലാത്തുൽ ഹാജത്ത് 2 റക്അത്ത്, ഗസാലി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം 12 റക്അത്ത്. ഇനി 12 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും 12 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലും എന്തെന്നെയാണ് സുന്നത്ത്? ഓരോ റക്അത്തിലും ഫാത്തിഹയും ഫാത്തിഹയ്ക്കു ശേഷം സൂറത്തുൽ ഇഖ്ലാസുമാണ് ഓതേണ്ടത്. സലാത്തുൽ ഇസ്തിഖാറത്തും 2 റക്അത്താണ്. പക്ഷേ സലാത്തുൽ ഇസ്തിഖാറത്താകുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം സൂറത്തു ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന സൂറത്തും സൂറത്തുൽ ഖസസിലെ 68, 69, 70 എന്നീ ആയത്തുകളും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്കു ശേഷം സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ അഹ്സാബിലെ 36ാമത്തെ ആയത്തുമാണ് ഓതേണ്ടത് എന്നും പ്രത്യേകമായി അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാരൊക്കെയും നമ്മളിങ്ങനെ പായുകയാണ് ഓരോ ആവശ്യങ്ങൾക്ക്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ എവിടൊക്കെയോ പോയി കുറെ കാശ് ചെലവാക്കുന്നവർ. ഒരു നല്ല അദ്ദേഹത്തിന് ഒരു ചോദ്യം കൂടി